മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് വെയിറ്റ് ഹോംസ് ഫോർ ദേ ദിലീപേട്ടനുമായിട്ട് ദേ പുട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ദിലീപേട്ട, ദേ ദിലീപേട്ടൻ എന്ന ഞങ്ങളുടെ ഈ ഷോയിലേക്ക് ദേ പുട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പുതിയ പ്രയോഗമുള്ള ദേ ദിലീപേട്ടൻ. അല്ല, കാരണം ദേ പുട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്കൊന്ന് ലോക മലയാളികളുടെ മനസ്സിലേക്ക് നമുക്ക് ദിലീപേട്ടന്റെ മുഖമാണ് ഇങ്ങനെ ഓർമ്മ കടന്ന് ഇങ്ങനെ ചാടിക്കേറി വരുന്ന ദിലീപേട്ടന്റെ മുഖമാണ്. ശരിക്കും ദേ പുട്ടില് ദേ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. വെറുതെ കാണുന്ന ദേ അല്ലാതെ ദിലീപ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്സ് എന്നുള്ള സാധനമുണ്ട്. അതാണല്ലേ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ അതേന്നേ ഒന്ന് നോക്കൂന്നേ അല്ലല്ലേ, ഇതൊരു ബ്രാൻഡഡ് DHC ആണ്. അതാണ് കേട്ടോ, ആ ബ്രാൻഡാണ് ആ ദേ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം എത്രയോ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ തൊട്ട് ഏറ്റവും കൂടുതൽ അവര് ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് ദിലീപേട്ടനെയാണ്. പിന്നെ ദിലീപേട്ടനെ ഇടി തരുന്നില്ല ദിലീപേട്ടൻ ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് നിരന്തരം മെസ്സേജ് അയക്കുക, ശല്യം ചെയ്യുക, ദിലീപേട്ടൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണിത് തങ്കമണി റിലീസ് ആവാനിരിക്കുന്ന ഈ ഒരു വളരെ ഹാപ്പി മൊമെന്റിലാണ് ദിലീപേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യം തന്നെ പറയണം, നമ്മൾ കൊച്ചിയിലുള്ള ദിലീപേട്ടന്റെ ദേ പുട്ടിന്റെ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സോ ഈ ഒരു എനിക്ക് തോന്നുന്നു ദേ പുട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. തീർച്ചയായിട്ടും അല്ലേ ദിലീപേട്ട, തങ്കമണിനെ പറ്റി ഒന്ന് നമുക്കറിയണം. തങ്കമണി ഒരു പെണ്ണിന്റെ പേരല്ല. അല്ല, അത് പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചു, ഇനി ദിലീപേട്ടന്റെ ക്യാരക്ടറിന്റെ വട്ടപ്പേരാണോ ലേഡി അങ്ങനെയൊക്കെ വിചാരിച്ചു. കേരള സമൂഹത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് തങ്കമണി. അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള തങ്കമണി നല്ലൊരു ഗ്രാമമാണ്. 1986 ആ ഗ്രാമം ഒരു രാത്രിയിൽ അനുഭവിച്ച വേദനയാണ് സത്യത്തിൽ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു. ഇത് ഈ 1986 ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഈ ഇട്ടപ്പെട്ട ചുറ്റുവട്ടത്ത് നടക്കാന്നല്ലാതെ നമുക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല എന്നത്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളത് മാത്രമായിരുന്നു. മറ്റൊക്കെ കേട്ടറിവുകളും പത്രത്തിൽ കാണുക എന്നൊക്കെ ഉള്ളതുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തങ്കമണിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ശരിക്കും അന്നത്തെ തങ്കമണിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള തങ്കമണിയിലേക്കുള്ള അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അവിടെ നിന്ന് ശരിക്കും തല്ലി തകർത്ത് തവിടുകൂടിയാക്കി ഒരു തങ്കമണി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്, അവിടെ നിന്ന് ഒരു വളർച്ചയിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പ്രത്യേക ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയെന്ന് പറയില്ലേ. അവിടെ ഇപ്പോഴും അന്നുണ്ടായിരുന്ന ഇത് ഫേസ് ചെയ്ത ആൾക്കാരുടെ അവരും അവരുടെ തലമുറകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ. മനസ്സിലായി? ഏകദേശം എനിക്ക് തോന്നുന്നത് 86 കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞൊരു 38 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസമുള്ള അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 10-15 വയസ്സുള്ള കുട്ടികളൊക്കെ ഇത് കണ്ട ആൾക്കാരാണ്. അവരുടെ ഇപ്പോൾ അവർ മാതാപിതാക്കളായി, അടുത്ത തലമുറയായി, ഇതൊക്കെ കൈമാറുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ സംവിധായകൻ അതിനെക്കുറിച്ച് വ്യക്തമായ വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. കഥ ഉണ്ടാക്കിയതല്ല, റിയൽ ഇൻസിഡൻസും. പക്ഷേ ആ കേട്ടറിവ് മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും, ഭയങ്കര ദുരന്തമായ ഒരവസ്ഥയിലാവും. പക്ഷെ അതിൽ ഫിക്ഷൻ കൂടി ആഡഡ് ആയിട്ട് ജനങ്ങൾക്ക് കണ്ടിരിക്കാൻ, ജനം എൻഗേജ്ഡ് ആവുന്ന രീതിയിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ആബേൽ ജോഷുവ മാത്തൻ എന്ന് പറഞ്ഞ ആളുടെ രീതിയിലുള്ള ഒരു അയാളുടെ ലവ് സ്റ്റോറിയും അയാളുടെ സൗഹൃദങ്ങളും അതിലൂടെയാണ് നമ്മൾ തങ്കമണിയെ കുറിച്ച് പറയുന്നത്. തങ്കമണി അതാണ്. ദിലീപേട്ട ആദ്യത്തെ ദേ പുട്ടിലെ ഒരു ഐറ്റം ഇവിടെ എത്തി. ദിലീപേട്ട ഇത് ഐസ്ഡ് ടീ ആണ് കേട്ടോ. ദിലീപേട്ട ചീസ് പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ചെറുതായിട്ട് ഇത് വേറെ ഒന്നും അല്ലട്ടാ. ഒന്നുമില്ല, ഇതിനകത്ത് അതൊന്നുമില്ല, ഒരു സാധനമില്ല, വെറുതെ ഒരു ജിയസ്. പറയാതിരിക്കാൻ വയ്യ. ഈ ചൂടുള്ള സമയത്ത് ഇത് കഴിച്ചപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകുന്ന അറിയുന്നില്ലേ. അതാണ് എൻ്റെ ഒരു സുഖം. എനിക്ക് തോന്നുന്നു ലെമണിന്റെയും ആ മിന്റിന്റെയും എസൻസ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ദിലീപേട്ട. പിന്നെ ഒരു ചെറി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയാ, ദിലീപേട്ടൻ പറഞ്ഞാലും നല്ല ഈ ഒരു ക്ലൈമറ്റിന് ദി ബെസ്റ്റ് ഡ്രിങ്ക് ഇതായിരിക്കും. വന്ന് കേറിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യാം. ഐസ്ഡ് ടീ ആണ്. സോ നിറയെ ഐസ് ക്യൂബ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇറങ്ങി സിപ്പ് ചെയ്ത് നമുക്ക് ഒരു സുഖം കിട്ടൂല്ലേ ഇങ്ങനെ.
അറിയാൻ പറ്റുന്നുണ്ട്. ആണ് കുളിർമ. കുളിർമ. ആ കുളിർമ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ദിലീപേട്ട തങ്കമണിയുടെ വിഷ്വൽസ് കാണുമ്പോഴും നമുക്ക് തോന്നാൻ പോകുന്നത്. കാരണം കട്ടപ്പന, ഇടുക്കി ഇതിന്റെയൊക്കെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര റിച്ച് ആണ്, ലഷ് ഗ്രീൻ. ആ ഒരു കുളിർമ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും അല്ലേ ദിലീപേട്ട തിയേറ്റേഴ്സ്? ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ലേ കേരളത്തെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഇത് ഭയങ്കര രസകരമായി മാറുക എന്ന് പറയുന്നത്. ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് അതിൽ ദിലീപേട്ടൻ കൈകാര്യം ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന 2 പീരീഡ് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ദിലീപേട്ട? 86. ഞാനൊക്കെ തങ്കമണിയിൽ ജനിച്ചു വളർന്ന ആളായിട്ടാണ്. അപ്പൊ തങ്കമണിയുടെ മകനാണ് ഞാൻ ഇതില്, ആബേൽ ജോഷുവ മാത്തൻ. ഓക്കെ. തങ്കമണിയെ അതില് പറഞ്ഞു വരുമ്പോ ചിലപ്പോ കഥയൊക്കെ പറഞ്ഞു. വേണ്ട. പക്ഷെ ഈ ഓഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു തങ്കമണിയുടെ. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സോങ്സ് ഭയങ്കര കിടിലമായിട്ട് വൈറലായി മാറിക്കഴിഞ്ഞു. നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ല അഭിപ്രായം. നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നീതാപ്പിള്ളിയായിട്ട് നിൽക്കുന്ന സീക്വൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ തന്മയത്വം തോന്നുന്ന രീതിയിൽ വളരെ രസകരമായിട്ട്. കുറച്ച് നാളായിട്ട് ആ തരത്തിലുള്ള പാട്ടുകളൊക്കെ കുറവല്ലേ, അങ്ങനെ വിഷ്വൽസ് നമുക്ക് അധികം കാണാൻ കിട്ടാറില്ല. പിന്നെ നമ്മള് ലിപ്പ് കൊടുത്ത് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഇപ്പൊ സിനിമകളില് നമ്മള് ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അശരീരി പോലെ പാട്ടിങ്ങനെ കിടക്കും. പാട്ട് ഒരു വഴിക്ക് പോവും, നമ്മളൊരു വഴിക്ക് പോവും എന്ന് പറയുന്ന പോലെ. ലിപ്പ് സിങ്ക് ചെയ്തുള്ള സോങ്സ് വളരെ പണ്ട് നമുക്ക് ഒരുപാട് ഹിറ്റ് സോങ്സ് കിട്ടിയിട്ടുള്ളതല്ലേ. അത് ദിലീപേട്ടനാണ് ഏറ്റവും എണ്ണപ്പെട്ട പാട്ടുകൾ. എനിക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നത് ലാലേട്ടന് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ലാലൻ പാടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം നസീർ സാറിന്റെ ഒക്കെ ഒരു ഇത് കഴിഞ്ഞാൽ എനിക്ക് അല്ലേ, കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനൊക്കെ കഴിഞ്ഞ് പിന്നെ ജയറാമേട്ടന് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നല്ല ഹിറ്റ് പാട്ടുകൾ. സുരേഷിന്റെ ചില പടങ്ങളിൽ ഭയങ്കര ഹിറ്റ് പാട്ടുകൾ, നല്ല സോങ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്കും അത് കഴിഞ്ഞ് വന്ന് എനിക്കും ഒരുപാട് സോങ്സ് കിട്ടി. ദിലീപേട്ടൻ ഈ പാട്ടുകൾ പറയുമ്പോൾ ദിലീപേട്ടൻ ഏറ്റവും കൂടുതൽ ദിലീപേട്ടൻ യാത്രകളിൽ കാറിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഇതായിരിക്കും ദിലീപേട്ടന്റെ പാട്ടുകളിൽ. അയ്യോ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും എടുത്ത് ഞാനിങ്ങനെ കൽക്കട്ട ന്യൂസിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ. പിന്നെ എൻ്റെ പടത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ വിദ്യാജിയുടെ പാട്ടുകളാണെങ്കിലും മോഹൻ സിത്താര, ഔസേപ്പച്ചായൻ, ജോൺ സേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അത് കുറേ അങ്ങനെ എടുത്ത് ഒരുപാടെന്ന് പറയാനായിട്ട് അങ്ങനെ രവീന്ദ്ര മാഷ് അങ്ങനെ ഇതായിട്ടില്ല. കൽക്കട്ട ന്യൂസിൽ ആ ഒരു ഗാനം റിപ്പീറ്റ് അടിച്ചടിച്ച് കേൾക്കാറുണ്ട് അല്ലേ ദിലീപേട്ടൻ? അല്ല അതങ്ങനെ നമുക്ക് കേൾക്കാറുണ്ട്. പിന്നെ മീശമാനൊക്കെ അറിയാലോ, അതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും ആണ്. അപ്പോ തങ്കമണിയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ ദേവിപ്പുട്ടിയിലെ നല്ല ഐസ്ഡ് ടീ എത്തിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എത്രയോ മെഗാ ഇവന്റ്സിനാണ് ദിലീപേട്ടനെ കാണുന്നത്. അത്രയും സ്റ്റാർ കാസ്റ്റുള്ള ഇവന്റ്സിലെ ദിലീപേട്ടനെ ഞാൻ കാണുന്നത്. വോയിസ് പൊന്നെ ഭയങ്കര ഷാർപ്പ് മെമ്മറി അതല്ലേ ആണ്. എനിക്ക് അത് കഴിഞ്ഞ് ഒരെണ്ണത്തിന് ദിലീപേട്ടൻ്റെ അവിടെ നിന്ന് കോൾ വന്നിട്ടുണ്ട്. ഡേറ്റിന്റെ ഒരു ഇതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ദിലീപേട്ടനായിട്ട്. ആദ്യം ചോദിക്കുന്ന മീരയുടെ ഡേറ്റ് ഉണ്ടോ? കാരണം മീരനെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. കാരണം മീര ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരാളല്ലേ. ചുമ്മാ എന്നെ എന്താ ഓടിച്ചിട്ട് പിടിച്ച ആളുണ്ട് എന്റെ കെട്ടിയോൻ. എങ്ങനെയെങ്കിലും പറത്തിവിടാൻ നോക്കിയിട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ചുമ്മാ പറയുന്ന കേട്ടോ, ചുമ്മാ തള്ളു. അല്ല ദിലീപേട്ട, ഈ പറയുമ്പോ എന്ന് കണ്ടാൽ എന്താണ് ഡയറ്റ് മന്ത്രം പറഞ്ഞ എന്നോട് പറയണം പ്ലീസ്. എന്താണ് ഈ ഇത്രയും സൗന്ദര്യം, ഇത്രയും ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ട ആ എലിമെന്റ് എന്താണ്? എങ്ങനെയാണ് ഹൗസ് ഓഫ് ഡേ ഡയറ്റ് എങ്ങനെയാണ് ദിലീപേട്ടന്റെ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അയ്യോ ഒന്നുമില്ല. ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മളിങ്ങനെ വളരെ കൂളായിരിക്കുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടൊക്കെയാണ് ഇങ്ങനെ. അല്ല എന്നാലും രാവിലെ എന്തായിരിക്കും ദിലീപേട്ടൻ കഴിക്കുന്നത് പൊതുവെ ഇപ്പൊ വീട്ടിലുള്ള ഒരു ദിവസം? ഞാൻ സാധാരണ പോലെ പുട്ട്, കടല, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ആവിയിലൊക്കെ കുക്ക് ചെയ്തത് കൂടുതലും നമ്മള് എല്ലാവരും പറയില്ല. പിന്നെ അതുപോലെ ചില ദിവസങ്ങൾ പഴങ്കഞ്ഞൊക്കെ എടുത്ത് കുടിക്കും. ആണല്ലേ? കാരണം ഏറ്റവും നല്ലത് അതല്ലേ. ഉച്ചയാകുമ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ അതോ ചപ്പാത്തി ഓൾട്ടർനേറ്റീവ് ആയിട്ടോ? ഇല്ല, എനിക്ക് എന്തായാലും ചോറ് വേണം. അതിപ്പോ ഇപ്പൊ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിലെ ആളുകൾ എപ്പോഴും ചോറിനാണുള്ള പ്രാധാന്യം കൊടുക്കുക. എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഡയറ്റീഷ്യനോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ, അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കൂ, എന്ന് വെച്ചാൽ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാബ്സ് കട്ട് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഭയങ്കര ടയറിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഭയങ്കര ഇതാവും. അത് ചോറ് ഇത്തിരി വേണം, ചോറ് നമുക്ക് വേണം, ഇച്ചിരി വേണം, അത് വേണം. ഇച്ചിരി മീൻകറിയും കൂടെ ഒക്കെ ആണെങ്കിൽ ചില ദിവസങ്ങൾ ഞാനങ്ങനെ ഫുൾ ടൈം നോൺ വെജ് ഒന്നും അല്ല. ആഴ്ചയിൽ 4 ദിവസമൊക്കെ ചിലപ്പോ
വെജൊക്കെയാണ്, ആണ്. അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാലും കാവ്യ ചേച്ചിക്കാരുടെ നീലേശ്വരം ആയതുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും തനതായിട്ടുള്ള നോൺ വെജോ വെജോ ദിലീപേട്ടന് കുക്ക് അല്ല, ആള് നേരത്തെ വരുന്ന സമയത്ത് അങ്ങനെ കറികളൊന്നുമില്ല, പക്ഷെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരും, നല്ല ടേസ്റ്റും. ആണെന്ന് എന്നോട് പറഞ്ഞ സദ്യ പോലെ ഫുൾ ഓണത്തിനൊക്കെ സദ്യ പോലെ നമ്മള് ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും ആ സമയത്ത് നമ്മള് 10-13 പേർക്ക് ആൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറയൂലേ. ഇനി സ്റ്റാർട്ടറിന്റെ വരവാണ് ദിലീപേട്ട. നമ്മൾ ഐസ്ഡ് ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐസ് ടീ ഇടയ്ക്കിടയ്ക്ക് ഐസ് ടീ കുടിക്കാം. ഇത് ദിലീപേട്ട ഇത് എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഞാനും എൻ്റെ കെട്ടിയവനും ഇവിടുത്തെ സ്ഥിരം കടികളാണ്. അതുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റ് ഞങ്ങൾക്കറിയാം. ചിക്കൻ ടെമ്പൂറയാണ് ഇവിടുത്തെ സ്റ്റാർട്ടറിൽ. ദിലീപേട്ട എൻ്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ഹിയർ ഇൻ ദേപ്പുട്ട ചിക്കൻ ടെമ്പൂറ. ദിലീപേട്ടൻ ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. ഇന്ന് ഞാൻ ചിക്കൻ ടെമ്പൂറ കഴിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് വെജാണ്. അതുകൊണ്ട് വെജാണ് ഞാൻ. ചിക്കൻ ടെമ്പൂറ കഴിച്ചു. ഞാൻ അതും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. കഴിച്ചു. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, സോസേജ് കിട്ടും. ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം, പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും, ഇവിടെ എന്താ സംഭവിക്കണെന്നും കൂടി നമ്മൾ അറിയണമല്ലോ, നമ്മൾ ഉത്തരം പറയണമല്ലോ. അപ്പം അതുകൊണ്ട് അല്ലേട്ടാ, ഈ വെജ് ഇങ്ങനെ എന്തെങ്കിലും റിച്വൽ ആയിട്ട് എടുക്കുന്നതാണോ അതോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ, വെജേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്നോണ്ട് ദിലീപേട്ടന് ഒരു പ്രശ്നമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലേ, നമ്മൾ കഴിക്കണം, നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇത് കഴിഞ്ഞ ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്. അയ്യോ എന്റെ അമ്മയെ, ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ കൊള്ളല്ലേ, പേഴ്സിലൊക്കെ എന്തിരിക്കണം. അല്ല, ഈ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറിന്റെ കാര്യം പറഞ്ഞു, ഒരു ഇച്ചിരി ആണെങ്കിലും വേണമെന്ന് പറഞ്ഞു. നൈറ്റ് എന്തായിരിക്കും അപ്പൊ ദിലീപേട്ടൻ ഇപ്പൊ ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ദിലീപേട്ട രാത്രി? സത്യസന്ധമായി നേരത്തെയൊക്കെ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ തോന്നുമ്പോൾ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാത്രിയിൽ ഇപ്പൊ കുറച്ച് ഹെവി നിർത്തി. പണ്ടൊക്കെ നമ്മൾ മിമിക്രിക്ക് പോകുമ്പോൾ 3 മണി സമയത്തൊക്കെ ഭക്ഷണം കഴിക്കണേ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ തട്ടുകടയുടെ അവിടെ നിർത്തി തട്ട് ദോശയും ഓംലെറ്റും ഒക്കെ, അതൊക്കെയാണ് സ്ഥിര ഭക്ഷണങ്ങൾ. ഇപ്പോഴൊക്കെയാണ് നമ്മൾ വന്നപ്പോഴാണ് ഈ ഓരോ ആൾക്കാർ പറയുന്നു മറ്റേ സാലഡ്സ് കഴിക്കണം, ഗ്രിൽഡ് കഴിക്കണം. ഓക്കെ, അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ഇതുപോലുള്ള നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നൈറ്റ് ഇതൊക്കെ കട്ട് ചെയ്യും, ഇവിടുത്തെ ഭക്ഷണം എടുത്ത് കഴിക്കും. പക്ഷെ അന്നും ദിലീപേട്ടൻ വളരെ ലീൻ ആയിട്ടുള്ള നമ്മൾ പണ്ട് മുതലേ, എന്നെ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പണ്ടേ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അല്ല, നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ആർച്ചീവിലുണ്ട് ദിലീപേട്ടൻ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്. 95-ലൊക്കെ ഞാൻ ഏറ്റവും മെലിഞ്ഞ ആളാണ്, നല്ല മെലിഞ്ഞിട്ടായിരിക്കുന്നത് ദിലീപേട്ടൻ. അല്ല, അങ്ങനെ ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒത്തിരി കഴിച്ചാലും വണ്ണം വെക്കാത്ത പ്രകൃതമാണ്. അതുകൊണ്ടാണ് ദിലീപേട്ടൻ ഈ പറഞ്ഞാലേ എപ്പോഴെങ്കിലും ഒക്കെ ഒരു സമയം കിട്ടുമ്പോൾ കാവ്യ ചേച്ചിക്ക് എന്തെങ്കിലും കിച്ചണിൽ കയറി ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടാക്കി തരണം എന്ന് ചേച്ചി അങ്ങനെ നിർബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാറുള്ളൂ, വേറൊന്നും ഉണ്ടാക്കാൻ നോക്കാറില്ല. അല്ല, എന്നാലും നമ്മുടെയൊക്കെ ഒരു ഐഡിയൽ കപ്പിളാണ് ദിലീപേട്ടനും കാവ്യ ചേച്ചി എന്നൊക്കെ പറയുമ്പോ. അപ്പൊ ഈ എന്ത് കാര്യത്തിലും അപ്പൊ വഴക്കുണ്ടാവണേ? ചുമ്മാ പറഞ്ഞാണ്, ഇപ്പൊ ഒരു പ്രാസത്തിന് പറഞ്ഞു നോക്കിയതാ. അല്ല, ഒന്നും വലിയ വാർത്തയാക്കല്ല കേട്ടോ. എന്റെ ദൈവമേ, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ വഴക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പറഞ്ഞു പോയതാണ്. ദൈവമേ, അയ്യോ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. നാളത്തെ വാർത്ത അതായിരിക്കും, ഒന്നാമത് ഞാൻ അടുക്കളയിലെ വഴക്കുകൾ. അൽക്കാപൂർവ്വം വല്ല വെള്ളമൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെല്ലാറുള്ളൂ. അല്ല, എന്നാലും മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ കേട്ടോ, കാരണം ഇപ്പം പല വലിയ വിവാഹങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെയും ചേച്ചി. എല്ലാവരും ചോദിക്കുന്നത് മീനാക്ഷിയെ കുറിച്ചും മഹാലക്ഷ്മിയെ കുറിച്ചും കൂടുതൽ ചോദിക്കുന്നത്. രണ്ടുപേരെ പറ്റിയുള്ളൂ. അതെ. അപ്പൊ എനിക്കൊന്ന് മീനാക്ഷിയുടെ ഒരു നല്ല ഛായ നമുക്ക് തോന്നും ചിലപ്പോ. പണ്ടത്തെ ആ ചെറുപ്രായത്തില് രണ്ടുപേരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ചെറുപ്പം ഒരേ പോലെയാ. നമുക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിലേത് അങ്ങനെ വന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് വ്യത്യാസമായി, ആൾക്കാർ വളരുമ്പോ അതിന്റേതായ കുറച്ച് നല്ല കുറുമ്പുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ ദിലീപേട്ട? നല്ല കുറുമ്പാണ്. നല്ല കുറുമ്പ്. ഇപ്പൊ കറക്ഷനൊക്കെ ഉണ്ട്, സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തുള്ള കറക്ഷനൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ്ങില്. അപ്പൊ അവിടെ പോയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലഗേജ് ഒക്കെ ആയിട്ട് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി എയർപോർട്ടിൽ. അപ്പം ഞാനിത് ചെയ്തിട്ട് വരണം. അപ്പം അതുവരെ അപ്പം നമ്മുടെ പുറകിൽ ആള് നിൽക്കുന്നുണ്ട്. ആ പ്രായമായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ വേഗം കാവ്യ പറഞ്ഞു യു ഗോ എന്നുള്ളൊരു അവർ പ്രായമായ ഒരാളല്ലേ. അയാള് അമ്മ ദാറ്റ്സ് നോട്ട് കറക്റ്റ്, ഇറ്റ്സ് എ കമാൻഡ്, യു 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 ക്യാൻ റിക്വസ്റ്റ്, യു ക്യാൻ ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ തിരുത്തൽവാദി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെന്തോ പറഞ്ഞപ്പോ അച്ഛാ ദാറ്റ്സ് നോട്ട് ഇൻ, ദാറ്റ്സ് ഓൺ. ഇപ്പോഴത്തെ പിള്ളേര് ഇത് പഠിച്ചോട്ടോ, അവര് IB സിലബസിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിപ്പോ MBBS പരീക്ഷ കഴിഞ്ഞു, അവള് പാസ്സായി, അവൾ ഔസർജൻസി ചെയ്യാണ് എന്ന് ഞാൻ വേറെ ആരോട് എന്തോ സംസാരിച്ചപ്പോൾ അവര് വിശേഷം ചോദിച്ചപ്പോൾ ഞാനാ പറഞ്ഞു. ഇവളിങ്ങനെ നിന്നിട്ട് എൻ്റെ തട്ടണു. ഞാൻ എന്താ ഞാൻ UKG പാസ്സായി എന്ന് പറ, UKG പാസ്സായി എന്ന് പറയാൻ. പഠിക്കും കേട്ടോ, ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമാണോ അതോ ഇങ്ങനെ? ആ സ്കൂളിലെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഒന്നും പഠിപ്പിക്കരുത്. മാതാപിതാക്കളോട് പറഞ്ഞ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ വരട്ടെ, അവരെന്താ പഠിച്ചെന്ന് ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നുള്ള. പക്ഷെ അവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ ഇവരൊന്നും പഠിക്കണമെന്ന് കാണില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ഹോംവർക്ക്. പക്ഷെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഇവക്കുള്ള പണിയാണ്. അത് എല്ലാ മാതാപിതാക്കൾക്കും അത് കൂടുതൽ അമ്മമാരാണ്. ഇപ്പൊ കണ്ടില്ല, അത് വരച്ച് അത് ഒട്ടിച്ച് ഇത് വെച്ച്. ചേച്ചി ആയിരിക്കും അല്ലേ ഇരുന്ന് ചെയ്യുന്ന? കാരണം ഇല്ല, കാവ്യ ചേച്ചി കാവ്യാണ് ചെയ്യുന്നത്. ഇവളുടെ ചേച്ചിയാന്ന് ചോദിച്ചു മീന. എന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപേണ്ണ, കാരണം കാവ്യ ചേച്ചീനെ അത്രയും സ്കൂൾ കാലം തൊട്ട് കണ്ട ഒരാളാണ് ദിലീപ്. പിന്നെ ഇതാ ഭാര്യയായി, ഇപ്പൊ അമ്മയായി ചേച്ചി, ഇപ്പൊ കാവ്യ ചേച്ചി. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നോക്കി കാണുന്നു ദിലീപ്? വളർന്നുകൊണ്ടിരിക്കൂല, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ അമ്മയായപ്പോ ഭയങ്കര റെസ്പോൺസിബിൾ, ഒരല്പം വഴക്കൊക്കെ പറയുന്ന ഒരു അമ്മയായോ ചേച്ചി, അതോ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയാണോ? സോഫ്റ്റ് ഒന്നുമല്ല, പെട്ടെന്ന് അത് പണ്ട് തുടങ്ങി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പം അത് ഞാൻ പറയാം, കൊച്ചുങ്ങളെ തല്ല അങ്ങനെ വഴക്ക് പറ അങ്ങനെയും ചെയ്യരുത്, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പിള്ളേർക്കൊക്കെ നമ്മൾ ഏത് കുട്ടികളാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും. അല്ല തല്ലപ്പെടുത്ത അങ്ങനത്തെ പരിപാടി മീനുട്ടിനെ ഇന്നവരെ തല്ലിയിട്ടില്ല. ഇപ്പം മീനുട്ടി പഠിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി. പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇന്നവരെ തല്ലിട്ട് വന്നിട്ടില്ല. അവളെ വളരെ ഇതായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് മനസ്സിലാവും, ടോൺ മാറിയാൽ മനസ്സിലാവും. അപ്പം അതുമല്ല, നമ്മൾ പല കുട്ടികൾ കുസൃതികൾ തന്നെയാണ്. ഇവക്കൊരടി കൊടുത്തിട്ടുണ്ട് ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ എടുത്തു വായിരുന്നു, പക്ഷെ പിന്നീട് എടുത്തിട്ടില്ല. വണ്ടോ ആരെ പോയിട്ട് പുറകെ പോയിട്ട് പിടിക്കുക. അപ്പൊ ആദ്യം തുടരുന്ന് പറഞ്ഞു, പക്ഷെ നോക്കിയിട്ട് പിന്നെയും പോവുക. അപ്പോ അതോടുകൂടി അപ്പം എനിക്ക് തോന്നുന്നു ദിലീപേട്ട ഭയങ്കര നേരം പോക്കായിരിക്കും ആളും കൂടെ ഉള്ള സമയത്തൊക്കെ. ഞാന് ശരിക്കും മീനാക്ഷി ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാല് എനിക്കത് മിസ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ സിനിമകൾക്ക് ഭയങ്കര ഹിറ്റുകളും ഞാൻ ഓരോ സിനിമയുടെ പുറകെ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമയുടെ പുറകെ പോകല. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ആ 2-3 വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും മിസ്സിങ് തന്നെയാണ്. അതെനിക്ക് ഇവിടെ കിട്ടി. കാരണം ആ സമയത്ത് ശരിക്കും കോവിഡ് എല്ലാം ആയിരുന്നപ്പോ എനിക്ക് അതിൽ വേറൊരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 1.5 വർഷം പുറത്തേക്ക് പോകുന്നില്ല നമ്മളാരും. പിന്നെ ഞാൻ പോയത് നാദൃശ്വരം മോളുടെ ഐഷുവിന്റെ കല്യാണത്തിനാണ് പോയത്. പക്ഷെ ദൈവം അനുകരിച്ച് അപ്പൊന്നും എനിക്ക് വീട്ടിൽ ആർക്കും കോവിഡ് കിട്ടിയില്ല. അത്രയും ക്രൗഡിന്റെ ഇടയിലാണ് നമ്മൾ പോയിരുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ആ കല്യാണം. അപ്പൊ എല്ലാവരും ഭയങ്കര ആവേശത്തിൽ അതിന്റെ ഇതിൽ നിൽക്കണം. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന പോലെയാണല്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ എവിടെയോ ഒരു എന്തിനോ ഫംഗ്ഷന് പോയപ്പോഴാണ് എനിക്ക് കിട്ടിയോ എന്നൊരു സംശയം. ഞാനാണെങ്കിൽ അങ്ങനെ എല്ലാവരെ കുറിച്ച്, കാരണം ഞങ്ങൾ 10-13 പേര് ഒരു വീട്ടിലാണ്. അപ്പൊ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ച് മഞ്ഞളൊക്കെ മുക്കി മറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുക്കളയിലൊക്കെ പോണത്. അത് അങ്ങനെയൊക്കെ ഒരാളെ തൊട്ടപ്പം തന്നെ ഇത് അടിക്കുക. കൊച്ചൊക്കെ ശീലമായി, ജനിച്ചപ്പം തുടങ്ങി ഈ സാധനമൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കണതാണ്. ഇങ്ങനെയായി. അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നു ഇത് വീട്ടിൽ കോവിഡ് ഞാൻ കൊണ്ടുവന്നു. അത് ഞാനാണ്. എന്നിട്ട് എല്ലാവരും ചിരി തുടങ്ങി, ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ മറ്റത് പറഞ്ഞ മാതിരി ഐഡിയ എൻ്റെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് അലൻസിയറായിട്ടല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാണ്ട് എല്ലാവരും ചിരിക്കുമ്പോ എന്താടാ ഉള്ള സംഭവം. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ. അപ്പൊ ഈ ചെറുതും പെട്ടു, ചെറുതിനും പിടിച്ചു. അപ്പൊ പാവം 21 ദിവസം ഞങ്ങളുടെ മുറിക്കകത്താ, ഒരു മുറിക്കകത്ത്.
അയ്യോ, അപ്പൊ 21 ദിവസം ഇരുന്നിട്ടാണ് പോയത്. അന്നൊക്കെ 21 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു അല്ലേ ഏട്ടാ? ശരിക്കും നമ്മളെന്താ വെച്ചാൽ അമ്മയുണ്ട്, താഴെ അമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊരു കുഴപ്പം, അമ്മയ്ക്ക് പ്രായമുള്ളതല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊന്നും ഇയാളുടെ ഇതിനകത്ത് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഏതാണ്ട് രണ്ട് ആ സമയത്താണ്. അതുകൊണ്ട് വെച്ചാൽ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ. തങ്കമണിയുടെ റിലീസിനെ പറ്റിയൊക്കെ മഹാലക്ഷ്മി മീനാക്ഷി ഒക്കെ എന്നാ പറയുന്നു കേട്ടോ അവര്? അല്ല, എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്ന മീനാക്ഷി ശരിക്കും നല്ല ആസ്വാദകയാണ്. ഇപ്പൊ എല്ലാ സിനിമകൾ കാണും. എനിക്കൊണ്ട് ലിമിറ്റഡ് ആയിട്ട് മീനാക്ഷി സംസാരിക്കാറുള്ളൂ. അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വളരെ സൈലന്റാണ്. എല്ലാ സ്ഥലത്തും കൂടുതൽ ലിസണറാണ്. എന്റെ പോലെയുള്ള ആള് തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് സ്വഭാവം കാവ്യയുടെ ഇവക്കുള്ളത്. അവള് ചെന്ന എവിടെയും ഭയങ്കര വർത്താനവും ആ ഏരിയ മൊത്തം അവളുടെ ഏരിയയിലാക്കി കളയും. എല്ലാ തമാശയൊക്കെ പറഞ്ഞ എല്ലാവരും അവളായിട്ട് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കളയും. അത് തന്നെയാണ് ഇവളുടെ സംഭവം. നമ്മൾ രണ്ടുപേരും വളരെ സൈലന്റ് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞത്. അല്ല, എന്തായാലും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബാലൻസ് ആയി. ഇപ്പൊ ദിലീപേട്ടന് വേണ്ടി ഇതേ വെജ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നേ. കഴിക്കട്ടെ, അതിന്റെ ഇടയിൽ ഞാൻ ആണ്. അല്ല, ദേപ്പുട്ടില് ഫുഡിന്റെ കാര്യം പറയണം. ഇവിടെ ഒരു ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് ഇവിടെ ദേപ്പുട്ടിലുള്ളത്. കാരണം ഞാനും കെട്ടിയനും കൂടെ വന്നാൽ ദിലീപേട്ട പുള്ളി എപ്പോഴും കഴിക്കുന്ന ഇലയിലൂണാണ്. ഇവിടുത്തെ ഇലയിലൂണ് ഞാനും കഴിക്കാറുണ്ട്. ഇലയിലൂണ് ഞാൻ പൊതിച്ചോറൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. കാരണം ഈ ഓംലെറ്റ് ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് ഇല വാട്ടി ഇല പോലെ അതിൽ വെച്ചിട്ട്, ഇത് നമ്മൾ സ്കൂളിലുള്ള ഒരു ഓർമ്മയില്ലേ, സ്കൂളിൽ പോകുമ്പോൾ വാട്ടി ഇലയിൽ പൊതിഞ്ഞിട്ട് അതിൽ മെയിൻ ഒരു സാധനമായിരിക്കും ഓംലെറ്റ്. എൻ്റെ എല്ലാം ക്യാബേജ് തോരൻ, അതിങ്ങനെ തുറക്കുമ്പോ തന്നെ വേറൊരു മണമാണ് അല്ലേ, പൊതിച്ചോറിന്റെ ഒരു ഇത് ഭയങ്കര ഫീലാണ്. അതുമല്ല ഇവിടെ ഇലയിലൂണില് ചിലപ്പോ ചമ്മന്തി കാണാറുണ്ട്, ചിലപ്പോ ഇല്ലെങ്കിൽ ബെസ്റ്റ് ആണോ, അതുമല്ല മറ്റേ ഉണക്കമുളക് അതും ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടോ ഇത്. ഇവിടെ ഒന്നാലേ കഴിക്കാൻ പറ്റും. പിന്നെ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, അങ്ങനെ സ്പെഷ്യൽ ഉണ്ട്. വെജ് ഇലയിലൂണുണ്ട് കേട്ടോ. റേറ്റ് സൈസ് എനിക്കറിയാം, പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടുന്ന് തന്നെ ഉച്ചയ്ക്ക് എറണാകുളത്തുണ്ടെങ്കിൽ വീട്ടിലല്ലെങ്കിൽ ഇവിടുന്ന് തന്നെയാണോ? ദിലീപേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? പണ്ട് എനിക്ക് അങ്ങനെ ഒന്നിനോട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനോട് നല്ല ടേസ്റ്റ് ഉള്ളതെല്ലാം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഈ പുട്ടുകട തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വരുമ്പോൾ കഴിച്ചിരുന്നത് പുട്ടും മാമ്പഴമാണ്. പുട്ടും മാമ്പഴവും. ഈ പുട്ടിൻ്റെ കൂടെ മാമ്പഴം പഴം പോലെ നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല രസമാണ് കുഴച്ച് കഴിക്കാൻ. അതുപോലെ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ പാലും പഞ്ചസാരയും ഒക്കെ നല്ല ടേസ്റ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പുതിയ പുതിയ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചിക്കനും പ്രോൺസും അത് എന്തൊക്കെ ഡിഷ് ഉണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡിഫറെൻറ്റ് കോംബോകൾ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. മില്ലറ്റ് പുട്ടുണ്ട് ഇവിടെ. മില്ലറ്റ് പുട്ട്, വീറ്റ് പുട്ട്, റാഗി പുട്ട്, ഓട്സ് പുട്ട്. അപ്പൊ ഏത് പ്രായത്തിൽ വന്നാലും ഇപ്പൊ ദിലീപേട്ട സിനിമകൾ നമ്മൾ പറയില്ലേ, പ്രായഭേദം, അതാണ് പ്രായഭേദമന്യേ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് ക്ലീൻ നീറ്റ് ഫാമിലി എന്റർടൈനർ ആയിരിക്കും ദിലീപേട്ടന്റെ പടങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് ദേയ്പുട്ടിന്റെ കാര്യവും. ആര് വന്നാലും ഇവിടെ കഴിക്കാനുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ ദിലീപേട്ട ഞാനൊരു ചെറിയ സെഗ്മെന്റ് ആണ്, വേറെ ഒന്നല്ല, നമ്മള് പുട്ടും ഇല്ല ഫോണാണ്. ഇപ്പോ നമ്മൾ ഫുഡ് റിലേറ്റഡ് ആണ്, തങ്കമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു. ഇപ്പൊ ദിലീപേട്ട ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ 4 ചോദ്യം ചോദിക്കാൻ പോവാണേ. ദിലീപേട്ടൻ എന്താന്ന് പറയണം. കടങ്കഥകളാ പണ്ടത്തെ മലയാളത്തിലെ. അതെന്താണ്? എല്ലാം ഫുഡാണ്. ഇതിന്റെ ആൻസർ വരുന്ന എല്ലാം ഫുഡാണ്. ദിലീപേട്ടന് കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. ഫുഡാണ്, അത് മാത്രമേ ഉള്ളൂ ക്ലൂ. ഡോണ്ട് ആസ്ക് മീ എനി അതർ ക്ലൂ. 100 ഓട്ട. ശാശ ശീശു രണ്ടൊച്ച എടുത്തു നോക്കി 100 ഓട്ട. അയ്യോ, അറിയാം ദിലീപേട്ടന് എന്താണേലും ഇത് അറിയാൻ പറ്റും. ആർക്കെങ്കിലും എന്താ പറയാ, ഞാൻ ഈ സമൂഹത്തിലുള്ള ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഓട്ട് കിടുന്ന വിഷയങ്ങളൊന്നും ആലോചിച്ച് സമയം കളയാറില്ല. അപ്പൊ അതുകൊണ്ട് സ്വയം പറയുന്നതായിരിക്കും നല്ലത്. ദോശ 100 ഓട്ട. കുറെ ഓട്ടകൾ വരത്തില്ല കേട്ടാ ഇങ്ങനെ പൊള്ളി വരുമ്പോ? അങ്ങനെ പറയാൻ പറ്റൂല. അല്ലല്ല, അങ്ങനെ ഓട്ടൊന്നും വരുമൊന്നുമില്ല. അതിന്റെ മേളില് അങ്ങനെ വന്നേക്കാം.
അത് ഫുൾ അത് എല്ലാ ദോശക്കൊന്നും വരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ കൊണ്ടുത്തരാൻ കാണിച്ചു തരാം. അല്ല മറ്റേ ഇങ്ങനെ കുമ്പള പോലെ ഇങ്ങനെ അല്ലല്ല അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ദോശക്ക് ഓട്ടയാണെങ്കിൽ എങ്ങനെ ശരിയാവണത്? അങ്ങനെയല്ല ഇതിലിപ്പം അങ്ങനെ ദോശയിൽ ചട്നി ഒഴിച്ചു കഴിഞ്ഞാൽ ചട്നി താഴെ പോട്ടെ അല്ലേ? ആ ശരിയാണല്ലേ. അപ്പൊ പിന്നെ അത് മാറ്റി പഠിക്കണം. ശരി അടുത്തത് അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി ചേട്ടാ സീരിയസ് ചോദ്യം. ഓക്കെ, ഞാൻ ഒന്നാമത് ഈ ജാതി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ഞാൻ പിടിക്കില്ല. ഇതാ അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. നമ്മുടെ അച്ഛൻ അപ്പൂപ്പനൊക്കെ ആയിട്ട് പിള്ളമാരാണ്. നമുക്ക് ഈ നായമാരുടെ വിഷയം നമുക്ക് അത്ര പിടിയില്ല. ഇത് ദിലീപേട്ട അറിയാം, ഇത് പറഞ്ഞേ പറ്റൂ. എന്താണ് ഒന്നുകൂടി പറഞ്ഞു? അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായരും കൂടി മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കിയ എന്താണത്? പപ്പടം? എന്താണ്? പുട്ട്. അതാണത്. ഒന്നുകൂടി ചോദിക്കാം. അത് പുട്ട്. ഇനി വളരെ എളുപ്പമാണ്. അരിപ്പുള്ളി നായര് ക്ലാരിറ്റി പറയണം എല്ലാത്തിനും. അരിപ്പുള്ളി നായര് അരിപ്പുള്ളി എന്ന് പറഞ്ഞാൽ അരിമാവ്, അരിപ്പൊടി. പുള്ളി എന്ന് പറയണ അതെനിക്കറിയില്ല കേട്ടാ. ഒരു കാര്യം പറയുമ്പോ അതിന് വ്യക്തമായിട്ട് അറിവുണ്ടാവണം. അരിപ്പുള്ളി നായര്, പിന്നെ അടുത്തത് തേങ്ങാപ്പുള്ളി നായര്. പുള്ളിയായിട്ട് എന്താ ഇതാണ് ബന്ധം? പുള്ളി എന്ന് പറയുമ്പോ കാക്കപ്പുള്ളി, അങ്ങനത്തെ പുള്ളി പോലത്തെ നമ്മൾ മറ്റേ പുള്ളി എന്നൊക്കെ പറയില്ല, ആ പുള്ളി ഈ പുള്ളി, അങ്ങനത്തെ പുള്ളിയാണ് ഇതില്. അപ്പൊ അരിപ്പുള്ളിയും തേങ്ങാപ്പുള്ളിയും. എന്നിട്ട് പുള്ളി നായരും ചെന്ന് മുളപ്പുള്ളി കുത്തുന്ന ആളാണ് നായര്. പിന്നെ എല്ലാരും നായന്മാരാ. ശരി ചേട്ടാ വെറുതെ ഇത് വർഗീയത. മുളപ്പുള്ളി നായർ, അത് മുളയായിരിക്കും ഉദ്ദേശിക്കുന്നത്. മുളയിന്റെ അകത്ത് മുളപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്ന് ചെന്നു. കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. എല്ലാ നായന്മാര്. അപ്പൊ ലാസ്റ്റ് കോൽപ്പുള്ളി നായര് കുത്തി പുറത്താക്കി. ഇതെവിടെ കറക്റ്റ് ആയിട്ടാ? പുട്ടാണ് കേട്ടോ. അത് വരവച്ചു. ഞാൻ പുതിയൊരു ഐറ്റം പഠിച്ചു. ആ പുതിയൊരു കാര്യം പഠിച്ചു. ഇനി അടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്. പറഞ്ഞു തന്നിട്ട് ചോദ്യം ചോദിച്ചാ പോരെ? ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ശാശി ശുമ്മ കെട ശപ്പൻ നായരുടെ മേലെ ചോദിക്കുന്നില്ലെങ്കിൽ ചിലപ്പോ ദിലീപേട്ടനെ കൊല്ലും. ശാശി ശുമ്മ കെട ശപ്പൻ നായരുടെ മേലെ കെട. ഇത് പണ്ടേട്ടാ, ഇപ്പൊ 1986 നമ്മൾ തങ്കമണിയുടെ കാര്യം പറഞ്ഞ പോലെ പണ്ട് നമുക്ക് വംശനാശം വന്ന്. എനിക്ക് അത്ര ഏജ് ഇല്ല, അതുകൊണ്ട് എനിക്ക് പിടികിട്ടണല്ലോ ഇതെന്താന്ന്. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇത് വേറൊന്നുമല്ല കേട്ടോ. അതിന്റെ ശപ്പൻ നായരുടെ മേലെ കെട എന്ന് പറയുമ്പോ നമ്മുടെ കടുക് താളിച്ച് ഒഴിക്കുന്നതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള കൂറപ്പേരുകൾ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളേ. ഇത് ശാശി ശുമ്മ കെട. ഞാൻ പറയുന്നില്ല. ഇത് കടുക് താളിച്ച് പുറത്തൊഴിക്കുന്നത്, കറിയുടെ പുറത്തൊഴിക്കുന്നതിനെയാണ് അത് പറയുന്നത്. അതൊക്കെ പണ്ട് അന്യം നിന്ന് പോയതാ. ഒരെണ്ണം കൂടെ ഉള്ളു, ഇത് പറയാൻ പറ്റുന്നില്ല. വേണ്ട. പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കൊട്ട. പച്ചയ്ക്കൊരു കെട്ട് പപ്പടം. കറക്റ്റ്. ഇത്രയേ ഉള്ളൂ. ദിലീപേട്ട അറിയൊക്കെ ചെയ്യാം കേട്ടോ. ചുമ്മാ അല്ല, ഞാൻ അറിഞ്ഞത് പെട്ടെന്ന് പറഞ്ഞാ പിന്നെ കാര്യമില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾ എന്റെ വായിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കേൾക്കാനാണല്ലോ പറയണത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരിക്കലും ദിലീപേട്ട ഒരിക്കലും ഇല്ല. നമ്മൾ എത്രയോ വേദികളിൽ നിന്നിട്ട് ഞാൻ അമിതമായി കളിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളൊരു സ്റ്റേജിൽ ദിലീപേട്ട എൻട്രിക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടിയ ഒരു ഇവന്റ് കൂടിയായിരുന്നു ഞങ്ങളുടെ. മാമാങ്കം എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഒരു ഇവന്റ്. ദിലീപേട്ടൻ ഡാൻസ് കളിച്ചോണ്ടാ വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് അസാധ്യമായിട്ടാണ് ഡാൻസ് ചെയ്തത്. ശരിക്കും പറഞ്ഞ ഡാൻസ് ക്ലാസ്സിൽ എവിടെയെങ്കിലും ദിലീപേട്ടൻ പോയി പുറത്ത് പോയി ഓസ്ട്രിയ, ഇംഗ്ലണ്ട് എവിടെയെങ്കിലും പോയി ഡാൻസ് പഠനം നടത്തിയിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. ഞാൻ മോശപ്പെട്ട ഡാൻസർ തന്നെയാണ്. എനിക്ക് ഡാൻസ് ഒന്നും അറിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അല്ലല്ല, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് മാസ്റ്റർമാരുടെ എടുക്കാം. ഞാൻ ഇതൊക്കെ നമ്മള് പണ്ട് സിനിമയിൽ ഇങ്ങനെ നടനാവുന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. ഡാൻസും ഫൈറ്റും ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ട് വന്ന് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പിന്നെ ആ സമയത്ത് നമ്മളത് ചെയ്യാണ്. അപ്പോൾ ദിലീപേട്ടനുമായിട്ട് ദേവ്പുട്ടിൽ ഇരിക്കുകയാണ്. ദിലീപേട്ട ദേവ്പുട്ടിന്റെ ഇപ്പൊ കൊച്ചിയിലാണ്. ദുബായില് ഈ പറഞ്ഞ പോലെ നമുക്ക് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിൽ ദേവ്പുട്ട് അവിടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതൊക്കെയാണ് പുതിയ സ്ഥലം ഓപ്പണിങ്സ്? ദേവ്പുട്ട് പിന്നെ നമ്മള് ഖത്തറിലുണ്ട്,
ഖത്തറിൽ. ഇപ്പോൾ നമ്മൾ ജിദ്ദ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിലൊക്കെ ഒരു തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനാഗ്രേഷൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. പിന്നെ നമ്മൾ ഷാർജ തുടങ്ങാൻ പോകണം. ഷാർജ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പറഞ്ഞ പുട്ട് തന്നെ വേണം എന്ന് ദിലീപേട്ടൻ, കാരണം അരിപ്പത്തിരി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പോൾ ദേപ്പുട്ടിൽ എല്ലാ എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം ശരിക്കും ദേപ്പുട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അതൊരു സീരിയസ് ലെവലിലേക്ക് മാറി. എന്നുവെച്ചാൽ നല്ല ഭക്ഷണം എന്നുള്ള റിപ്പോർട്ട് കിട്ടി. എല്ലാവരും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നമ്മളോടുള്ള വിശ്വാസവും ഒക്കെ ഉള്ളൊരു ഇത്. അപ്പോൾ നമ്മുടെയും ടെൻഷൻ അതാണ്, നമ്മൾ ഭക്ഷണമാണ്. ഇപ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ പോലെയുള്ള കലാകാരന്മാർ ഈ ശരിക്കും പറഞ്ഞാൽ കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് കയറുന്നത്. ഒരു ടച്ച് ഒന്നുമില്ല, കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിലെടുത്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം. നമ്മൾ നമ്മുടെ നാവിലൂടെ വയറിലൂടെ അത് മനസ്സിൽ പിടിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ആ ഇഷ്ടമാവുക എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അതൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ആദ്യം പുട്ടിൻ്റെ വെറൈറ്റി മാത്രമായിരുന്നു. പിന്നീട് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് വെച്ചാൽ പുട്ട് മാത്രം കഴിക്കുന്ന ആൾക്കാരല്ല. ചില ആൾക്കാർക്ക് പത്തിരി, ചപ്പാത്തി, അപ്പം വേണം. പിന്നെ ചിലർക്ക് പൊറോട്ട വേണം. കേരളത്തിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പൊറോട്ടയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ അതുപോലെ ഉച്ചയാകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒന്നെങ്കിൽ ഇത്തിരി ചോറ് ഉണ്ണണം, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി നെയ്ച്ചോറ് കഴിക്കണം എന്നൊക്കെ പറയുന്ന സ്വഭാവം. അങ്ങനെയാണ് നമ്മൾ പിന്നെ പതുക്കെ ഇലയിലൂണ്, ചട്ടിച്ചോറ്, ബിരിയാണി എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ഇപ്പം എല്ലാ ദേപ്പുട്ടിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും എല്ലാ ഭക്ഷണവും കിട്ടും. ആ ഒരു രീതിയിലേക്കായി. ഇലയിൽ ബിരിയാണി ഇവിടെ ഇപ്പം സെർവ് ചെയ്യുന്നുണ്ട്. അതെ. അതാണ്. അല്ല ദിലീപേട്ട, ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു വിഷമിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പൊ ഞാൻ ഭയങ്കര സ്ട്രെസ് ഈറ്റിംഗ് ഉള്ള ആൾക്കാരാണ്. വി യൂസ് ടു ടെൻഡ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് ചോക്ലേറ്റ്. അപ്പൊ പുട്ട് കഴിക്കുന്നതിലൂടെ ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു മനസ്സുഖം കിട്ടും, അങ്ങനെ എന്തെങ്കിലും പരിപാടി? പുട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർക്കും ഒരു കേടുണ്ടാക്കുന്ന ഒരു ഭക്ഷണമല്ലല്ലോ, സ്റ്റീമിൽ ഉണ്ടാക്കുന്നതല്ലേ, ആവിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഒരു കേടുമില്ല. അത് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചില ആൾക്കാർ ഏത് സമയത്തും പുട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഉച്ചയ്ക്ക് പുട്ടും മീൻകറിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, പുട്ടും മട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഞാനും നാദർശയൊക്കെ കൂടി പണ്ട് മിമിക്രിക്ക് പോണ സമയത്ത് ഞങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണമാണ് പുട്ടും മട്ടനൊക്കെ കഴിക്കുന്നത് രാത്രി. അത് ഭയങ്കര സ്വാദാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പാലാരിവട്ടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു പുതിയൊരു ഷോപ്പിംഗ് ഇത് വന്നിരിക്കും, ഒരു കെട്ടിടം വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഇത് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇത് ചെയ്യാൻ പറ്റിയതാണ്, എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് പുട്ടുകട വന്നൂടാ എന്നൊക്കെ അങ്ങോട്ട് സംസാരിച്ച് ഞങ്ങൾ പോയി. ആ യാത്രയുടെ അവസാനമാണ് ഞങ്ങൾ വേറെ 2-3 സുഹൃത്തുക്കളൊക്കെ ഇട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതായിരുന്നു. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ പഴംപൊരി മാത്രം മതി, അവിടെ പഴംപൊരിയും ബീഫും കൊടുക്കാം. ദിലീപേട്ടന്റെ ദി മോസ്റ്റ് ഹിറ്റ് കോംബോ ഇത് കണ്ടെത്തിയത് ദിലീപേട്ടൻ ആണെന്ന് വരെയാണ് നമ്മൾ കേരളക്കാർ മനസ്സിലാക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു സാധനമാണ്. അതിനുമ്പൊക്കെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവട്ടെ. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം അത് കാണുമ്പോൾ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. എന്നാലും എങ്ങനെ കഴിക്കട്ടെ, കൈ കൊണ്ട് കഴിച്ചാൽ മതിയല്ലോ അല്ലേ? കൈ കൊണ്ടല്ലേ അത് കഴിക്കണ്ടേ? കൊണ്ട് കഴിക്കാൻ പറ്റുമോ? അല്ല, ശരി, ഫോർക്കൊന്നും അല്ലല്ല, കൈ കൊണ്ട് അതെടുത്തിട്ട് അതാണ് അല്ലേ. അത് ഈ പ്രത്യേകിച്ച് തക്കാളിയും ഒക്കെ കൂടി, തക്കാളി സവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അതിനൊരു വേറെ സ്വാദാണ്. ബീഫ് റോസ്റ്റാണ് ഇതിന്റെ കോമ്പിനേഷൻ. എരിവും ബെസ്റ്റ് അതാണ്. മധുരവും എവിടെയോ ഒരു മിക്സ് ഓഫ് ലൈക്ക് എല്ലാത്തിന്റെ ഒരു അടിപൊളി കേട്ടോ. നല്ല പഴംപൊരി അല്ലേ? നല്ല പഴംപൊരി എന്ന് പറയുന്നത് മലയാളികളുടെ വികാരമായോണ്ട്. അല്ല, ദിലീപേട്ടൻ ഇപ്പം നമ്മൾ സിനിമകളെ പറയുമ്പോൾ ദിലീപേട്ടൻ ഏതെങ്കിലും, കാരണം ഒരുപാട് സിനിമകൾ ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ദിലീപേട്ടൻ്റെ ഡേറ്റ് ക്ലാഷ് കൊണ്ട് മാറിപ്പോയൊരു സിനിമ, അല്ലെങ്കിൽ അത് പിന്നെ കണ്ടപ്പോൾ അയ്യോ ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിയൊരു പടം ഏതെങ്കിലും ഉണ്ടോ ദിലീപേട്ടൻ? അതായത് ഡേറ്റ് ക്ലാഷ് കൊണ്ട് മാത്രം മാറിപ്പോയ സിനിമകൾ വന്നിട്ട് വലിയ ഓഫേഴ്സിന്റെ തമിഴ്, മലയാളം സിനിമകൾ അങ്ങനെ പലതും മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ വാർദ്ധപുരാണം എന്ന് പറഞ്ഞ സിനിമയിൽ
എനിക്ക് എൻ്റെ പേരടക്കമുള്ള കാർഡാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ സേനേട്ടൻ്റെ പടം, രാജസേനൻ. സേനൻ്റെ പടത്തിൽ ആദ്യം എനിക്ക് കിട്ടുന്ന വാർത്തയ പുരാണം എന്ന സിനിമയിൽ അതിനകത്ത് ദിലീപ് എന്നുണ്ട്. പക്ഷെ അന്ന് കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നത് ജയറാമേട്ടനായിരുന്നു അഭിനയിച്ചത്. പക്ഷെ അന്ന് ജയറാമേട്ടൻ ഷോയ്ക്ക് പോകുന്നത് കൊണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഷോയിൽ ഞാനും ഉണ്ടായിപ്പോയി. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ഓക്കെ. തമിഴിലൊക്കെ ഭയങ്കര വലിയ ഓഫേഴ്സ് എന്തെങ്കിലും എനിത്തിങ് ഇങ്ങനെ മാറി? അന്ന് നമ്മൾ കണ്ടിന്യൂസ് മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴിൽ നിന്ന് ഒരു പടത്തിന് വിളിച്ചിട്ട് ഞാൻ പിന്നെ ഒഴിവാവാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. കാരണം നമ്മൾ മലയാളം പടത്തും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ പക്ഷെ വിജയൻ സാറ് നേരിട്ട് വിളിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പടത്തിന് പോയത്. രാജ്യം എന്ന് പറഞ്ഞ സിനിമയിൽ. രാജ്യം ആ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ തമിഴില്. പിന്നെ ഞാൻ തമിഴിൽ ഡബ് ചെയ്തൊരു പടം ഇതാണ്, കേശു വീടിന്റെ നാഥൻ. തമിഴ് ഞാൻ തന്നെ ഡബ് ചെയ്തത്. നമ്മുടെ പഞ്ചാബി ഹൗസിൽ ഷാഹിദ് കപൂറിന്റെ ഊമയായിട്ടുള്ള ക്യാരക്ടറാണ് ദിലീപേട്ടനാണ് ശബ്ദം കൊടുത്തതെന്നൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വാർത്തകളാണ്. അത് പ്രിയൻ സാർ പറഞ്ഞിട്ടാണ്. പ്രിയൻ സാർ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, എടാ അത് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, പക്ഷെ നീ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഊമ അതായത് ഷാഹിദ് കപൂർ ആയിരുന്നു ദിലീപേട്ടന്റെ റോള് ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, ചുപ് ചുപ്കെ. അപ്പൊ അന്ന് ഷാഹിദ് കപൂർ ഒക്കെ ട്രൈ ചെയ്തിട്ടും പ്രിയൻ സാറൊക്കെ ഒട്ടും ഹാപ്പി അല്ലാത്തതുകൊണ്ട് ദിലീപേട്ടനെ വിളിച്ചിട്ടാണ് ആ ഊമയുടെ ശബ്ദം അവിടെ ഷാഹിദ് കപൂറിന് പോയി ദിലീപേട്ടൻ കൊടുക്കുന്നത്. നമ്മള് ആരോടും പറയട്ടാ, പ്രിയൻ സാറിന് വിഷമാവും, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ആണല്ലേ? ഊമയല്ലേ ഏട്ടാ, ഡയലോഗ് ഒന്നും ഇല്ല, എന്നാലും മനസ്സിലായി. ഊമയാകുമ്പോ പിന്നെ വേറെ ആരും കേൾക്കുകയില്ലല്ലോ അല്ലേ? അല്ല, ഞങ്ങളൊരു 25 years ഓഫ് പഞ്ചാബി ഹൗസ് ഞങ്ങള് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈൽ സ്റ്റോൺ പടമല്ലേ? ഞാൻ ഒരു കൾട്ട് എന്നൊക്കെ പറഞ്ഞ വേറൊരു സാധനമാണ് മീശോ. അതൻ പഞ്ചാബി ഹൗസ് ഒക്കെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഞാന് പക്ഷെ ദിലീപേട്ടന്റെ ഇപ്പോഴും വന്നാലും കാണുന്ന ഒരു പടമുണ്ട്, മീനത്തിൽ താലികെട്ട്. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ലൈറ്റ് ഒരു കോമഡി, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫാമിലി ഇമോഷൻസ്. അന്ന് നമ്മള് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ് പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ത്രെഡാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് അതിന്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ നമ്മളിങ്ങനെ എന്നെ ഒരു ഇതുണ്ടാക്കി. സെക്കൻഡ് ഹാഫ് പിന്നെ ലാൽ ജോസും ഞാനോടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത്. AK സാജൻ, AK സന്തോഷാണ്. രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വൺ ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറൊരു കലയാണല്ലോ. ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് ആണല്ലോ, മറ്റേ അയാളുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുള്ളി മാഷാണല്ലോ, ഇങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ, അതിലൊന്നും ചാടിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല, ഇത് പറയുമ്പോൾ തന്നെ കല്യാണരാമനിലൊക്കെ ദിലീപേട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യുമീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. അങ്ങനെ സലീമേട്ടൻ അല്ലാതെ അതുപോലെ തന്നെ കൈവിട്ട് ചിരിച്ചു പോയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു എനിക്ക് ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്നതിൽ. ഞാൻ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചന്റെ കൂടെ അഭിനയിച്ച പല പടങ്ങളും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം ടേക്കിൽ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട്. ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയും എന്തുവാടെ എന്ന് വെച്ചിട്ട് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത്. കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നതേ, ഒരെണ്ണത്തിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പിളിച്ചേട്ടൻ. കുടുംബക്കോടതി ഏതിലോ ആണത്. സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് ഒന്ന് വലിക്കണത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ, കാരണം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയും, അമ്പിളിച്ചേട്ടാ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നോടൊന്ന് പറയൂ പ്ലീസ്, എനിക്കൊന്ന് പ്രിപ്പയർഡ് വരാം. അപ്പം ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ എനിക്ക് നിൽക്കണം, വേദനിപ്പിച്ചിട്ട്. കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം. എന്റെ ഉള്ളിൽ ഫുൾ ചിരിയിലാണ് ഞാൻ നിൽക്കണേ. അതുമല്ല, ദിലീപേട്ടൻ ഭയങ്കര മനസ്സറിഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പൊ ദിലീപേട്ട കണ്ണൊക്കെ ഇങ്ങനെ നിറയും. നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടേ സാർ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന അവസ്ഥ ദിലീപേട്ടൻ ചിരിച്ചുകളല്ല. ചെറിയൊരു ചിരിയല്ല ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നസെൻസ് സാറിന്റെ കൂടെ അങ്ങനെ ചിരിച്ചു പോയിട്ട് പുട്ടി വിട്ടു പോയിട്ട് നമ്മൾ മാറിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞ് റീഗെയിൻ ആയി വന്ന് ചെയ്ത്. അല്ലല്ല, അത് ഇന്നസെന്റിന്റെ കൂടെ ഒരുപാടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ച കലാഭവനിൽ ഞാൻ ഓടി ചിരിച്ചതിനാണ്. ഏത് ഷോട്ടായിരുന്നു കേട്ടോ? ഉല്ലാസ പൊങ്കാറ്റില് തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ്. തിലകൻ ചേട്ടൻ എന്തോ പറയുന്നു,
അപ്പം ഞങ്ങൾ രണ്ടുപേരോടും മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എക്സ്പ്രഷനാണ്. ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരുടെ കൗണ്ടർ എടുക്കണം. ഞാൻ ചേട്ടൻ്റെ വിട്ടു, ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ്. അപ്പോൾ എന്തു ഇത് വെച്ചപ്പോൾ മണി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു. കൗണ്ടർ പറഞ്ഞോടെ മണി ഒരു ചിരി കൊടുക്കിയിട്ട് ഞാനും അപ്പോഴേ അത് ഓർത്ത് ചിരിച്ചു പോയത്. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് പിന്നെ ശരിക്കും നിർത്താൻ പറ്റില്ല. കുറച്ച് ഓക്കെ 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 കടേ വൺ മാർ എന്ന് പറഞ്ഞല്ലേ കുറേ. പക്ഷേ ഈ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന്. അങ്ങനെ അവസാനം അവർ ചിരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പം പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരി നിർത്തും. ജനറൽ ട്രോഫി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ചിരി മാറില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി കുറേ ചിരിച്ച് വന്നിട്ട് റെഡി അങ്ങനെ. അല്ല, അതാണ് ദിലീപേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല, ശാലിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ച എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പൊക്കുന്നു. ആദ്യം ശരിക്കും മീനത്തിൽ താലികെട്ടില്ല ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്തിൽ താലികെട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. അപ്പം ആ സമയത്ത് മീനത്തിൽ താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്താലിയായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം. നക്ഷത്ര താരാട്ടല്ലേ ആ പടം തിലകൻ ചേട്ടന്. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ആ ത്രെഡ് ആദ്യം എന്ന് പറയുന്നത് മീശമാധവൻ്റെ പ്രൊഡ്യൂസറായ സുധീഷാണ്. നമ്മൾ മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കുക, അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾ കഥ പറയുമ്പോൾ ഇത് ഇങ്ങനെ തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോഹനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങുകയും വേണം. അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാണ് അതിൽ അഭിനയിച്ച് ആ കുട്ടി വരുന്നത്. അപ്പോൾ കുട്ടി മലയാളിയല്ല. അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോബ്ലം നാച്ചുറൽ ഉണ്ടാവും. അപ്പം അതാണ് അതിനകത്ത് ഒരു പുതിയൊരു ഹീറോയും വന്നത്. ആണ്, കാരണം ഇപ്പം നമ്മുടെ ബാന്ദ്രയിൽ പോലും തമന്നയായിട്ടാണ് ദിലീപേട്ടൻ കോമ്പിനേഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മലയാളം അറിയാത്ത നടിമാര് വരുമ്പോൾ ചില ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിപ്പോ പ്രശ്നമില്ല, കാരണം എല്ലാം ഈ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലിപ്സിംഗ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. തമന്നയൊക്കെ കറക്റ്റായിട്ട് എഴുതി പഠിച്ച് കറക്റ്റ് ലിപ്പാണ് അവര്. ആണല്ലേ? ലൈവിൽ അങ്ങനെ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ് ആരായിരിക്കും അന്യഭാഷാ നടിമാരില്? തമന്നയുടെ കാര്യം ദിലീപേട്ടൻ പറഞ്ഞു. അതല്ലാതെ ഞെട്ടിച്ചതും ചിരിപ്പിച്ചതുമായിട്ടുള്ള നടിമാർ അങ്ങനെ, കാരണം അവർക്ക് പറ്റാഞ്ഞിട്ടാണ്, അവരുടെ ലാംഗ്വേജ് അതല്ലാഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റോ? അന്യഭാഷ ഞാൻ കൂടുതലും ഇത് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അന്യഭാഷ നടികൾ വളരെ കുറവല്ലേ? പിന്നെ പണ്ട് മോഹിനിയൊക്കെ ആയിരുന്നു. മോഹിനിയൊക്കെ പിന്നെ കറക്റ്റായിട്ട് മലയാളം പറയുന്ന പോലെ, മലയാളം അധികം പറയൂലെങ്കിലും ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും. അതാണ് കാര്യം. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സലീമേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും നായികമാരെ കണ്ടില്ലേ, ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ, കാരണം കൊണിഷ്ടൊക്കെ അല്ലേ പറയത്തുള്ളൂ, ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു കാവ്യ മാധവൻ. ഞാൻ പറഞ്ഞു കാവ്യ ചേച്ചി ആണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ്. ഇത്രയും പറഞ്ഞതങ്ങ് നിർത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാവ്യേച്ചിയുടെ ഭയങ്കര കട്ട ഫാൻസാണ്. ഇനി കാവ്യേച്ചിയുടെ ഒരു സിനിമ, ദിലീപേട്ടനുമായിട്ടൊരു സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ എന്തെങ്കിലും? അതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ വന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ആള് മഹാലക്ഷ്മിയുടെ പുറകെ ആണ്, അതിനൊരു രൂപത്തിലേക്ക് എടുക്കാനാന്ന് തോന്നുന്നു. തിരക്കാണ്. അല്ല, ഇത്രയും പേരുടെ മൈൽ സ്റ്റോണിൽ ദിലീപേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെയല്ല കാവ്യേച്ചി വരുവോ, കാവ്യേച്ചി കൊണ്ടുവരുമോ, ദേ പുട്ടല്ലേ. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട്ടൻ തങ്കമണി അവര് ഓസ്ട്രേലിയയിൽ പോയിരിക്കാം ആണ്, ചേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങോട്ട് പോയിരിക്കാം.
ഒരു ചെറിയ ആഗ്രഹം എല്ലാവരും പറഞ്ഞാണ് ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം കേൾക്കാനെങ്കിലും പറ്റുമോ, ദിലീപേട്ടൻ കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. അങ്ങനെ ചേച്ചീനെ കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വലിയ വിഷമമാണ്. ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഇപ്പൊ അവിടെ സമയം 1 മണിയായിട്ടുണ്ടാവും. ആ ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് ഈ രാത്രിയിൽ? അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ രാത്രിയാണെങ്കിൽ വേണ്ടത്. ഇത് തുടങ്ങണേന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് വെച്ചത് കണ്ടല്ലേ? ഞാൻ മീനാക്ഷിയാന്ന് കരുതി ദിലീപേട്ടൻ. മീനാക്ഷിയോടും പറഞ്ഞു, കാവ്യോടും. അയ്യോ സത്യം കേട്ടോ, കാരണം തുടങ്ങുന്നതിന് മുമ്പ് ദിലീപേട്ടൻ ഞാൻ പറഞ്ഞ അച്ഛൻ കയറുകയാണ്, ഫോണ് അപ്പുറത്ത് കൊടുത്തേക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈശ്വര ഈ തിരക്കിനിടയിലും അത് ഭയങ്കരമായിട്ട്. അപ്പൊ അവര് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നു, ഒരാൾ പിന്നെ നമ്മുടെ സമയം തന്നെയാണല്ലോ. നല്ലൊരു ഹൈ പറയാൻ ചേച്ചി പിന്നീട് ഒരു അവസരത്തിലാവാം, നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം, അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ തന്നെ ചിന്തിക്കാം. ഒന്ന് ഒറിജിനൽ ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ ഏത് നിങ്ങളത് സ്പീക്കറിലിടുകയും ചെയ്യും, വെറുതെ എന്തിന്? അല്ല ഈ പറഞ്ഞ പോലെ ചേച്ചിയെ കൊണ്ടൊരു ദിവസം ഞങ്ങക്ക് ചേച്ചിയും ദിലീപേട്ടനെയും കൂടെ ഒന്ന് നിങ്ങൾക്ക് ഇപ്പൊ കടയിൽ കയറിയാ പോരെ, വീട്ടിൽ കയറാം. എന്നെ തല്ലുള്ളിക്ക് കേട്ടോ ഇന്ന്. മീനാക്ഷിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ദിലീപേട്ടൻ ഹൗസ് സർജൻസി ആണ്, ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് എടുത്തോ ദിലീപേട്ട? അല്ല ആള് ഡെർമറ്റോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡെർമറ്റോളജി, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട്. അതൊക്കെയാണല്ലോ നമുക്ക് ആവശ്യം. എന്തേലും പറഞ്ഞു തരുമോ ദിലീപേട്ടന് മീനാക്ഷി? അല്ല അവള് പഠിച്ചോണ്ടിരിക്കല്ലേ, അവള് കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കട്ടെ. ഇത് പറയോ ദിലീപ് അച്ഛാ ഇങ്ങനെയാണ് ഫുഡ്, ഇത് കഴിക്കണം അത് കഴിക്കാൻ പാടില്ല? അങ്ങനെയൊന്നും പറയാറുണ്ട് ഒന്നുമില്ല. ഞാനാണ് അവളോട് നീ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, നീ വെള്ളം കുടിക്കണം. കാരണം ഇപ്പൊ ഹൗസ് സർജൻസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടൈം ഇല്ലാത്ത പോലെ അവരെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, കുടിച്ചുള്ളിക്ക് എടുത്തോണ്ട് കുടിച്ചോ. അയ്യോ മുതലാളി ഹേ ഇസ്കാ മുതലാളി മാലിക് മാലിക് അതല്ലേ ഉദ്ദേശിച്ചതല്ലേ? മാലിക് മാലിക്ക, അതുകൊണ്ട് ഡോണ്ട് ടേക്ക്. കുഴപ്പമില്ല. എന്റെ ഇത് ഇതർമേ വേക്ക് ആത്മീ ഹേ ഗിവ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പഴംപൊരി ഹസ്ബൻഡ്. മലയാളം അറിയാം പിന്നെ ആൾക്ക് ചേട്ടാ നിങ്ങൾ പറഞ്ഞ ഹിന്ദി മനസ്സിലാവാത്തോണ്ട് പുള്ളി എടുത്തോണ്ട് പോയത്. അയ്യോ മലയാളം മാലും തോടാ എന്തെങ്കിലും പറയൂ. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വരാന്ന് വന്ന് ഇവിടെ ഇരുന്ന് കാര്യങ്ങളാവട്ടെ. ഇനി ആണല്ലേ ഞാൻ അവസാനം ഇങ്ങനെ ഇരിക്കേണ്ടി വരും എല്ലാം കേട്ട്. അല്ല ഇവിടെ അന്നൊരു നല്ലൊരാളുണ്ട്, ചോറ് വേണം ചപ്പാത്തി വേണം കറക്റ്റ് ആയിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ വരുമ്പോ. അയ്യോ പിന്നെ അത് പറയണം കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ വേണം വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യില്ല, പുറത്തുനിന്ന് ഇവിടുത്തെ ജോലി പഠിപ്പിക്കാന്ന് പറയില്ലേ. ഇവിടെ വേറെ ലാംഗ്വേജ് പഠിക്കും, നമ്മുടെ മലയാളം. ഭയങ്കര ട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ കാര്യം. ഇവിടെയുള്ള ഒരു UK, ലണ്ടൻ, അമേരിക്കയൊക്കെ ഓർത്തോണ്ടിരിക്കുമ്പം അവിടെ മറ്റേ നോർത്ത് സൈഡിലൊക്കെ ഉള്ളവര് കാട്ടാക്കട, ഐരാണിമുട്ടം, എടപ്പള്ളി ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അല്ല ഇവിടുത്തെ സർവീസ് എടുത്ത് പറയണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പപ്പടം ആയാലും സുലൈമാനി ആയാലും ഇങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ദിലീപേട്ടന്റെ പടമൊക്കെ കാണുന്ന പോലെ നമുക്കിങ്ങനെ മനസ്സ് നിറഞ്ഞായിരിക്കും നമ്മൾ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത്. ഒരിക്കലും ഈ പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ട് ഏട്ടാ ഇങ്ങനെ വരുന്നുണ്ട്, CID മൂസ ഇല്ല, വരത്തില്ല അല്ലേ? ഇനി CID മൂസയുടെ 2ാം ഭാഗത്തെ പറ്റി ദിലീപേട്ടൻ എന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ അത് നമ്മളൊരു പ്രോസസ്സിൽ നമ്മളത് നമ്മുടെ ആഗ്രഹമാണ് ചെയ്യണമെന്ന്. കാരണം നമ്മളും ഈ പറയുന്ന പോലെ പിള്ളേരുടെ സ്വഭാവവും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കും ചിരിക്കാനും പിന്നെ ഒരുപാട് ആൾക്കാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ റൈറ്റേഴ്സിനോട് നിങ്ങൾ അതൊന്ന് പെട്ടെന്ന് ശരിയാക്കി തന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഞങ്ങളും ദിലീപേട്ടൻ അങ്ങനത്തെ ചിത്രം കാണാൻ വെയിറ്റിംഗ് ആണ്. കാരണം CID മൂസക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പം അത് ഒരു നമ്മൾ ടേസ്റ്റ് ദ ബ്ലെൻഡർ എന്നാണല്ലോ നമ്മൾ അതിൻ്റെ ടാഗ് ലൈൻ അതായിരുന്നു, ടേസ്റ്റ് ദ ബ്ലെൻഡർ. ബ്ലെൻഡറാണ് മൊത്തം. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള മണ്ടത്തരങ്ങൾ മുഴുവൻ. കാരണം കൊട ഇപ്പൊ പാരച്യൂട്ടിൽ ഇറങ്ങണപ്പോ നമുക്ക് 4 കൊട കൂട്ടി കഴിഞ്ഞാൽ ചാടിയാ അതുപോലെ വരുമോ എന്ത് ചിന്തിക്കുന്ന മണ്ടത്തരങ്ങൾ പോലത്തെ. അല്ല സൗഹൃദങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരാൾ കൂടിയാണ് ദിലീപേട്ടൻ, ഞങ്ങൾക്കറിയാം. അപ്പൊ പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ സൗഹൃദം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ദിലീപേട്ടന് തോന്നിയിട്ടുണ്ട്? നമ്മളെല്ലാവരുടെയും ലൈഫിൽ സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനമല്ലേ. നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൽ ആരൊക്കെയാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിടുക എന്ന് പറയില്ല. അപ്പം നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. ഞാൻ അന്ധമായിട്ട് എല്ലാം എൻ്റെ ആൾക്കാരാണെന്നുള്ള രീതിയിൽ പോയിരുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ അല്ല
എന്നുള്ളത് നമുക്ക് ചില സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് വേർതിരിച്ച ആൾക്കാരെ മനസ്സിലാക്കി ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ആരോടും പരാതികളോ പ്രശ്നങ്ങളൊന്നുമില്ല, തിരിച്ചറിവ് ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ പേരിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ബോധ്യപ്പെടുക. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ, അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾക്കാർ വന്നിട്ടാണ് കൂടെ നിന്ന് സപ്പോർട്ട്. ഞാൻ ഇയാൾക്കൊക്കെ എത്ര ഇഷ്ടമാണോ എന്നെ എന്ന് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വലിയ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ. കാരണം ഞാൻ അങ്ങനെയുള്ള സ്ഥാനത്ത് ഇറങ്ങി വന്ന് വീടിനെ നമ്മൾ പാമ്പർ ചെയ്യുക എന്ന് പറയില്ലേ. അപ്പം അവരുടെ മനസ്സിൽ നമ്മൾ ഇത്രയും അവർ നമ്മളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രകടനത്തിലും സംസാരത്തിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും വളരെ അപൂർവമായിട്ടേ നമ്മൾ സഹകരിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോലുള്ള ആൾക്കാർ പോലും വന്നിട്ട് ഭയങ്കര ഇതാവുക എന്ന് പറയില്ലേ. എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര പാമ്പർ, ഇങ്ങനെ ആരും ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ എന്താണ് ഒരു പിടിയില്ലാത്തൊരവസ്ഥയിൽ കൂടി പോകുമ്പോഴേക്കേ അതൊക്കെ വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് ലൈഫ്. എന്നാൽ ഒരു 3 AM ഫ്രണ്ട് നമ്മൾ പറയും, രാത്രി 3 മണിക്കാണെങ്കിലും എനിക്ക് അവനെ വിളിക്കാം, എനിക്കത് ചർച്ച ചെയ്യാം. അങ്ങനെ എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരു 3 AM ഫ്രണ്ട് കാണുമല്ലോ. ദിലീപേട്ടൻ അങ്ങനെ ഒരു 3 AM ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ സ്കൂളിൽ പഠിച്ചവരായിരിക്കും, ആര് വേണം അങ്ങനെ ഒരാൾ. എനിക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളെല്ലാം 3 AM ഫ്രണ്ട്സാണ്. ആണല്ലേ? കാരണം ഏത് സമയത്ത് വിളിച്ചാലും ഏത് സമയത്തും വിളിക്കാം. കാരണം ഞാൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആണായാലും പെണ്ണായാലും അവർക്കും അങ്ങനെ തന്നെയാണ്. 24 hours എന്ന് പറയുന്ന പോലെയാണ്. അല്ലാണ്ട് ഫോമൽ അത് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ ഞാൻ പറഞ്ഞത്. ഏത് സമയത്ത് അതിലിപ്പോൾ എടുത്തു പറയാൻ നിങ്ങൾക്കറിയാം, ഇപ്പം നാദിർഷയാണെങ്കിൽ ലാൽ ജോസ്, കുറേ പേരുണ്ട്. അതിപ്പോൾ സംവിധായകർ പോലും ആണെങ്കിലും ഞാൻ ഒരു സമയം പോലും നോക്കാണ്ട് വിളിക്കുന്ന ആൾക്കാരെ കൂടുതലും. എനിക്കെപ്പം വിളിക്കണം തോന്നുന്നു, സംസാരിക്കണമെന്ന് പറയണ സുഹൃത്തുക്കളെ. പണ്ട് നമ്മൾ ഫോമലായിരുന്നു. അങ്ങനെ വിഷയം വരുമ്പോൾ ആരെന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഇപ്പോൾ വീടിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ശരത്ത്, ബൈജു എന്നൊക്കെ പറഞ്ഞത്. അവർ പക്ഷെ അവരെയും കൂടി കൊണ്ടുവന്ന് ഇതിനകത്ത് ഈ കേസിൽ പ്രതികളാക്കുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അവർ മനസ്സാവച്ച അറിയത്തൊക്കെ അവർ നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അതിൻ്റെ പേരിൽ അവരെ പിടിച്ചിട്ടാക്കുക, അതൊക്കെ ഭയങ്കര സങ്കടകരമായ കാര്യങ്ങൾ. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിലും തിയേറ്റേഴ്സിലൊക്കെ ഉള്ള ആൾക്കാരെ എനിക്ക് ഏത് പാതിരാത്രം വിളിക്കാം. അവർ എൻ്റെ ഫോൺ കണ്ട അപ്പം അവർ തിരിച്ചു വിളിക്കും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ഡിഷ് വന്നു. ചേട്ടാ വാലു, ചേട്ടന് 2 വാക്ക് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കും. മലയാളത്തിൽ പറയൂ. മലയാളത്തിൽ വരൂ ഏട്ടാ. ആദ്യം ഈ ഡിഷിനെ പറ്റി പറയാം. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ എല്ലാം കാണാണ്ട് പഠിച്ചല്ലേ ഇവിടെ വന്ന് ചോദിച്ചു. അല്ലേട്ടാ, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നയാ. അമർ അക്ബർ എന്തോണിയോ കമാര സംഭവം ഏതാ വേണ്ടേ ഞാൻ പറഞ്ഞുതരാം. എല്ലാം എവറിത്തിങ്. ചിക്കൻ അവിടെ കൊടുത്തേ. ഇത് ചിക്കനാണ്. പഴംപാനിയും ഒരു കഷ്ണം തന്നാ. അതാണ് പഴംപാനിയുണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കൻ ഒരു ഗ്രില്ല് പോലത്തെ ആട്ടാ. പിന്നെ ഇതിന്റെ ഏറ്റവും വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ നോൺ വെജ് കഴിക്കാത്ത കേട്ടോ. ഇതൊന്നിനെ പറ്റിയും ധാരണയില്ലാത്ത കിട്ടുന്ന എല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ഞങ്ങളെ പോലുള്ള നമ്മൾ ഈ തിങ്കൾ അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങൾ, ശനി എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ അങ്ങനെ വെജിമ്മയാണ് പോകുന്നത്. നല്ലതായിട്ടാ. മൊത്തം ഒന്ന് ക്ലെൻസ് ആവാനും നമുക്ക് ശാരീരികമായി. ഇറ്റ്സ് വെരി നൈസ്. മതീഷ്, താങ്ക് യു. കപ്പ ബിരിയാണി ഉണ്ട് കേട്ടോ ഇതില്. അതാണ് എനിക്ക് കമാര സംഭവം ഞങ്ങൾ എടുക്കുന്നതിന്റെ ഏറ്റവും കാര്യം. കപ്പ ബിരിയാണിയും കൂടെ കിട്ടും. പുട്ടും ചിക്കനും കപ്പ ബിരിയാണി, ഈ പാഷൻ ഫ്രൂട്ട്, പിന്നെ ട്യൂണ സാലഡ് ആണ് കേട്ടോ. ഇത് ട്യൂണയാണ്. ട്യൂണ ഉണ്ടല്ലോ സാലഡ്. അപ്പൊ മൊത്തം ഒരു നോൺ വെജിന്റെയും വെജിന്റെയും ഒരു പക്ക ബാലൻസ് സംഭവമാണ് നമ്മുടെ ഈ കമാര സംഭവം. ഒരു സംഭവമാണ് കമാര സംഭവം. ദിലീപേട്ടാ, ഇവിടെ ദിലീപേട്ടന്റെ നമ്മളിവിടെ ദേവൂട്ടിലുള്ള ദിലീപേട്ട നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. ദിലീപേട്ട നല്ല സിനിമകളുടെ ഓർമ്മകളൊക്കെ നമുക്ക് വരും. പഞ്ചാബി ഹൗസ് ഉണ്ട്, എല്ലാതരം കുട്ടികളുണ്ട്. അപ്പൊ എത്രയോ നായികമാരുമായിട്ട് ഇപ്പൊ ദിലീപേട്ടൻ ആക്ട് ചെയ്തേ, വർക്ക് ചെയ്തേ. ഒന്നുകൂടി അത് നോക്കിയിട്ടില്ല എന്നത് സിനിമയുടെ എണ്ണം. ഇപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന തങ്കമണി എനിക്ക് തോന്നുന്നത് ഒരു 148 മറ്റേന്ന് തോന്നുന്നു. ഞാൻ അടുത്തവണ നായികമാരുടെ എണ്ണം ഒന്ന് പിടിക്കണം. ഞാൻ അവരോട് ഷോയ്ക്ക് പോയിട്ടുണ്ട് എൻ്റെ നായികമാരോടൊപ്പം. ആ ഷോയിൽ മുഴുവൻ എൻ്റെ കൂടെ അതുവരെ അഭിനയിച്ച ഒരു 90% ആൾക്കാർ ആ ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 2000 ഈ ദിലീപേട്ടൻ ചിലപ്പം ഈ ദിലീപേട്ടനും
ഈ പണ്ട് മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ ഇങ്ങനെ കഥകളൊക്കെ മെനഞ്ഞ് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, ഏറ്റവും പെട്ടെന്ന് ഈ കൺവിൻസ്ഡ് ആകുന്ന ഒരു നായികാരായിരുന്നു ദിലീപേട്ട. ആണല്ലേ? എല്ലാവരും പറ്റിക്കണ ഒരു, കാരണം എല്ലാ കോർട്ടിസ്റ്റുകളും കളിയാക്കുക. അതാണ് സലീമൊക്കെ പറഞ്ഞത്. സലീമ എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹീറോയിനാണ് കാവ്യ. അവളെല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അവൾ വിശ്വസിക്കുകയും ചെയ്യും. കാരണം മറ്റുള്ളവർക്കെല്ലാം അവർ ഈ നീലേശ്വരത്ത് നിന്ന് വന്നതിൻ്റെ ഒരു നാട്ടിൻപുറത്ത് അങ്ങനെയുള്ളൊരു സാധനമല്ലോ. അതെയല്ലേ എന്നൊക്കെ പറഞ്ഞു, അതേന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിശ്വസിപ്പിച്ച് വെച്ചിട്ട് കുറെ എടോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അല്ല പണ്ടപ്പോ ആ ഒരു കാസർഗോഡ് ഭാഷ ഇപ്പം എല്ലാം വരാറുണ്ടോ ദിലീപേട്ട? ഇല്ല, ഇപ്പം അവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഇപ്പം എനിക്ക് അങ്ങനെ ചിരി വരാം. പണ്ട് ആദ്യം വരുമ്പോൾ ഞാനിതിന് പോകുമ്പോൾ ബസ് കുത്താൻ വന്നു, ബസ് കുത്താൻ വരികയെ ഇടിക്കാൻ വന്നു. പക്ഷെ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഭാഷ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും എത്ര പടങ്ങളും അതിൻ്റെ പേരിൽ ഹിറ്റായിട്ടുണ്ട്. നമ്മൾ കാണാൻ പോയിട്ടില്ലേ? രസമല്ലേ അത് കേൾക്കാൻ? ഭാഷ നല്ല ഭാഷ, നല്ല രസമാണ്. കേൾക്കാത്ത പ്രയോഗങ്ങളും അത് അവർ കാസർഗോഡ് ഭാഷ അല്ല അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കണ കേൾക്കണം. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുള്ളൂ. മാറി നിൽക്കുമ്പോൾ ഭയങ്കര ചിരി വരും. എന്നുവെച്ചാൽ ഒരു ഭയങ്കര ലാളിത്വവും ഒരു നർമ്മവും ഉണ്ട് ആ ഭാഷയ്ക്കും. തമാശക്കൊക്കെ വേറെ ലെവലാ. നമുക്ക് എങ്ങനെ അത് ഇന്റർപ്രറ്റ് ചെയ്യാം ഇവരുടെ ചില വാക്കുകൾ. അല്ല ദിലീപേട്ടൻ ഇത്രയും പടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. ദിലീപേട്ടന്റെ സിനിമയിൽ ഒറ്റ പടം എനിക്ക് പറയാവേ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമ ഏതായിരിക്കും? കാരണം ഞങ്ങൾ സ്ഥിരം റിപ്പീറ്റ് ഓഡിയൻസ് ആ ദിലീപേട്ടന്റെ. ദിലീപേട്ടൻ കാരണം ഇപ്പൊ ഏഷ്യാനെറ്റിനെ എടുത്താലും ഇപ്പൊ കേശു ഈ വീടിന്റെ നാഥൻ വരെ ഭയങ്കരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. കാരണം റേറ്റിംഗ് അത്രേ ഉള്ളതുകൊണ്ട് ഇപ്പൊ റിംഗ് മാസ്റ്റർ ആയാലും. അപ്പം ദിലീപേട്ടന്റെ സിനിമകളിൽ ദിലീപേട്ടൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തണ്ട ചിത്രം കോമഡി ആണോ അതോ ജോക്കർ പോലുള്ള സിനിമയാണോ? അല്ല, ഞാനങ്ങനെ ഇപ്പൊ ഞാനൊരു 100% പെർഫെക്റ്റ് ആക്ടർ ഒന്നുമല്ല. ഇപ്പൊ എന്നുവെച്ചാൽ ഞാൻ എന്നിൽ ഏറ്റവും കൂടുതൽ കുറവ് കണ്ടുപിടിക്കാൻ നിൽക്കണ ഒരാളാണ്. അപ്പൊ എൻ്റെ എല്ലാ സിനിമകളും എൻ്റെ എക്സ്പ്രഷൻസ് എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് വളരെ ചിലതൊക്കെ ഇത് കൊള്ളാട്ടോ, ഇത് എനിക്ക് ഓരോ സിനിമ കാണുമ്പോൾ ഇത് ഇത്തിരി നന്നാക്കായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഞാനല്ല നടക്കെ വിട്ടുപോയിട്ടിരുന്ന് ചിരിച്ചൊരവസ്ഥ. നമ്മളാണ് ഇത് ചെയ്തത്. മിക്ക സിനിമകളും നമ്മൾ അത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഓരോ സിനിമ ഇപ്പൊ പഞ്ചാബി കൊണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. ഈ ചെക്കൻ പോയിട്ട് ആ അച്ഛനെയൊക്കെ പിടിച്ച് കിണറ്റിലേക്കിട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട്. ചാന്തുപൊട്ടില് മറ്റേ ഇതൊക്കെ ചാകര മറ്റേ പെൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുഞ്ഞിക്കൂനിൽ കുറേ ചിരിച്ചിട്ടുണ്ട്. മായമോനിൽ ഞാൻ തന്നെ എന്തൊക്കെയാ കാണിക്കണേ. കാരണം സ്വിമ്മിങ് സ്യൂട്ടിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നാണോ അങ്ങനെ ഒന്നും വന്നില്ല അല്ലേ? കാരണം ബിക്കിനി പോലുള്ള ചെറിയ ഡ്രസ്സില് നടക്കുന്നുണ്ട്. ഇത്ര ആണുങ്ങളുടെ മുന്നില് എന്തെങ്കിലും ഒരു ചെറിയൊരു നാണം. നാണം വന്നിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് DD വില്ലേജിലൊരു പ്രൈവറ്റ് പൂളിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു വല്ലാത്ത പൂളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് റിയാസൊക്കെ ചിരിച്ച് റിയാസ് ഖാനൊക്കെ അതേ ചിരിപ്പിക്കലേ നിങ്ങളിങ്ങനെ ഇടിക്കണ സീനൊക്കെ ഉണ്ട്. റിയാസും അപ്പൊ റിയാസോ ചേട്ടാ എന്തായാലും ഈ സിനിമയിൽ ഞാൻ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അവസാനം ഞാൻ റിയാസ് വിളിച്ച റിയാസെ ഇതിൽ ചെറിയ സാധനമാണ്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചേട്ടാ, ഇതിനകത്ത് ഒരു ഷോട്ടാലും ഞാൻ വന്ന് അഭിനയിക്കും. റിയാസ് ഖാനും നിഷാന്ത് സാഗറുമാണ് ചെയ്തത്. നിഷാന്ത് സാഗറിനെ ശരിക്കും ഞാൻ വേറെ ഏതോ സിനിമയിൽ കണ്ടിട്ടാണ്. അന്ന് ശരിക്കും മറ്റേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ജോക്കർ ചെയ്യുമ്പോൾ ശരിക്കും ലോയിസ് സാറ് പ്ലാൻ ചെയ്തത് ആദ്യം ഇങ്ങനെ കഥ പറയുമ്പോൾ ചാക്കോച്ചനെ പോലെ ഒരാളെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് അട്രാക്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറിനെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ അതിൽ പിന്നെ പുള്ളി ആ സമയത്ത് ചാക്കോച്ചൻ അതിനകത്ത് വന്നില്ല മീൻസ് ചാക്കോച്ചനെ കിട്ടിയില്ല. അപ്പോൾ ചാക്കോച്ചന് വളരെ ബിസി ആയിട്ടുള്ള സമയമൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇത് ആരായിരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഏതോ സിനിമയെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിഷാന്തിനപ്പം. അപ്പോഴാണ് അങ്ങനെ നിഷാന്ത് കാണാൻ വന്നതും ഒക്കെ ഉണ്ട്. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ളൊരു നമ്മളോട് ഏട്ടനെ പോലെ ഉള്ളൊരു സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ നിഷാന്തും റിയാസും വന്നിട്ടാണ് അത് നമ്മൾ ആ സിനിമയ്ക്ക് ആ രണ്ടുപേരും, കാരണം അവരൊക്കെയാണ് എക്സസൈസ് ചെയ്ത് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത്. എന്നിട്ടാണ് ഇയാളെ വിളിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകണൊക്കെയുണ്ടല്ലോ.
അതാണ് പീഡിപ്പിക്കാൻ വേണ്ടി വണ്ടിയിൽ കേട്ടിട്ട് കേട്ടിട്ട് അവസാനം ബ്ലൗസും എല്ലാം എടുത്തു. ഡംബിൾസ് ഒക്കെ വെച്ചിട്ട് നടക്കണേ. അപ്പൊ അങ്ങനെയുള്ള പല സിനിമകളും ഞാൻ അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. വെട്ടം കണ്ടിട്ട് ഒരുപാട് ഞാൻ എല്ലാവരുടെ ലോസസ് മനസ്സിലാക്കുന്നതേ പടം കാണുമ്പോൾ. ഞാൻ എന്നിട്ട് പറയുന്നത് സാറേ ഇതുപോലൊരു സിനിമയും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് ചിരിച്ചാണ് അത് കണ്ടത്. പിന്നെ ഞാൻ ചെയ്തതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് ചിരിച്ചിട്ടുള്ളത് കിങ് ലെയറിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. കിങ് ലെയറിൽ ഒന്നാമത് ഈ ബാലുവും ഞാനും കൂടിയുള്ള കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. പിന്നീട് ഞങ്ങൾ അങ്ങനെ ചെയ്യാനുള്ളൊരു സിനിമകൾ ഒത്തു വന്നില്ല. അപ്പോൾ കാരണം അവൻ ലോക്കൽ സാധനങ്ങൾ വെച്ച് കളിക്കും, ബഹുമിടുക്കനാ. അതും ഓവർഡു ഒന്നും ചെയ്യത്തില്ല. അതിപ്പോ നമ്മൾ പറയില്ലേ മറ്റതിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളൊരു ഇട്ടു പോയതാണ്, എനിക്കറിഞ്ഞൂടെ അതിനെ കുറിച്ചൊന്നും. പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്. അത് കഴിഞ്ഞ് ഇവനോടത്ത് ഇവനെല്ലാം ഓവറാക്കുക, മഹാത്മാഗാന്ധിയുടെ കൂടെയുള്ള പടം വരെ ഉണ്ടാക്കുക, ഫോട്ടോഷോപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് ഞാൻ പൊട്ടി ചിരിച്ചോട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, റിയൽ ലൈഫിൽ അങ്ങനെ ഒരാള് ഒരു ഓഫീസ് റൂമിൽ കുറച്ചു നേരം ഇരിക്കാനൊരു ഇത് കൊടുത്തതാ. അയാൾ എത്രയോ രാത്രികൾ ഉറക്കൊളച്ചുണ്ടാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ മറ്റൊരു മുമ്പിൽ ആളായിട്ട് കീറിക്കളയുക, അയാളെ പുറത്താക്കുക എന്നൊക്കെ പറയും. എന്ത് സ്വഭാവം. എനിക്ക് കിങ് ലെയറിന്റെ ഒക്കെ ഇന്റർവെൽ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാല് ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞുള്ളൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ മാറിയെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. പല സിനിമകളും പല രീതികളാണ്. ഞാൻ എല്ലാവരുടെ തമാശയുള്ള എല്ലാ സിനിമകളും, തമാശ ഉള്ളതിലല്ല, പറ്റാവുന്ന സമയത്ത് എല്ലാ സിനിമകളും കാണുകയും ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അവരൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അല്ല കല്യാണരാമനൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റില് എത്രയോ ദിലീപേട്ടൻ. കുറെ ആൾക്കാർ പറഞ്ഞു കല്യാണരാമൻ പാണ്ടിപ്പട കുതിരപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കുള്ള കുതിര, അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ട് നടക്കണ പോലത്തെ ഒക്കെ ഒരുപാട് സാധനം നമ്മളന്ന് ഞാൻ അശ്വൻ ചേട്ടനോട് ഡബ് ചെയ്ത് കയറ്റൊക്കെ ചെയ്തതാണ്. അല്ല ഈ കല്യാണരാമനിലൊക്കെ ഒരു സീൻ എടുത്താൽ നമ്മളിപ്പോ എണ്ണിയാൽ 20 ഇത് കൗണ്ടേഴ്സ് എങ്കിലും കാണും. കാര്യം ഈ പറഞ്ഞ പോലെ സലീമേട്ടന്റെ കൗണ്ടർ, ഇപ്പുറത്തെ ഇന്നസെന്റേട്ടന്റെ കൗണ്ടർ, ഇതിൽ ആരെ നോക്കണം എന്നുള്ള ഞങ്ങളുടെ കൺഫ്യൂഷൻ. പുറത്ത് ഈ പറഞ്ഞ ലാലു അലക്സ് സാർ നിൽക്കുന്നു, ലാലേട്ടൻ നിൽക്കുന്നു, ദിലീപേട്ടൻ നിൽക്കുന്നു, ഇങ്ങനെ നിന്ന് കത്തിക്കുക. ഓ ചിരിയുടെ മാൽപ്പടക്കം എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ ആ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഭയങ്കര ചിരികൾ ഉണ്ടായ പടമാണ് അതൊക്കെ. നമ്മളിപ്പോഴും ആഗ്രഹിക്കണം അതുപോലത്തെ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഥകൾ വരണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ല ഏറ്റവും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും സ്ട്രെയിൻ എടുത്ത് ദിലീപേട്ടൻ പറഞ്ഞിട്ടുള്ള പടങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള ഒന്ന് ചാന്തുപൊട്ട്, ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു പോസ്റ്റും. ചാന്തുപൊട്ട് നമ്മളൊക്കെ എൻജോയ് ചെയ്തതാണ്. ഈ തമാശയും കാര്യങ്ങളും ഒക്കെ പുതിയ സാധനം ചെയ്യുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ലാൽ ജോസ് സാറുമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സംസാരങ്ങൾ ഉണ്ടായത് ആ സമയത്താണ്. ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇതെങ്ങനെ ഞങ്ങൾ ഇടിയാ എന്റെ വീട്ടിൽ മൂത്താള് പുള്ളിയാ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ചില സമയത്ത് എന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മേക്കപ്പ് ടെസ്റ്റ് നടത്തിയില്ല. എന്നെ വിശ്വസിച്ച് ഞാനും അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ അവരിയ്ക്കണേ. ഇവർ ലൊക്കേഷൻ നോക്കാൻ പോണു, ഇവരത് ചെയ്യണു ഇത് ചെയ്യണു, എന്തുകൊണ്ട് എൻ്റെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്തില്ല, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഇവർ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനത് നോക്കിക്കോളും എന്നുള്ളതിൽ അവരിയ്ക്കണേ. എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ തന്നെ ഗൾഫ് ഗേറ്റിൻ്റെ ഒരു വിഗൊക്കെ റെഡിയാക്കി വിളിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. കാരണം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ തലയിലേക്ക് എന്നാണെന്ന്. എന്നിട്ട് ഞാൻ വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ആ മേക്കപ്പ് ചെയ്ത് ചെല്ലുന്നത് രാജൻ പിതാവിന്റെ മുമ്പിലാണ്. രാജേട്ടനും ഞാനും അന്ന് വേറെ ഏതൊരു സിനിമ ചെയ്യാം. ആ സമയത്ത് രാജേട്ടൻ്റെ മുമ്പിൽ ഞാൻ ചെന്നിച്ചാണ്. രാജേട്ടൻ ചിരിച്ചിരിച്ച് ഇതിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ കെട്ടിപ്പിടിച്ചോടാ, എടാ ഇത് തന്നെ മതി കേട്ടോടാ, അപ്പേറൻസ് ഇത് തന്നെ മതി കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആരെയും കാണിക്കാനൊന്നും പോയില്ല. ഞാൻ എന്നിട്ട് അവിടെ മിണ്ടാതിരുന്നു. അത് ഞാൻ ഈ പടത്തിൻ്റെ ലൊക്കേഷനിൽ വരികയാണ്. അങ്ങനെ തലേദിവസം രാത്രി, നാളെ ഷൂട്ടിംഗ് ഉണ്ട് രാവിലെ, തലേദിവസം രാത്രിയായി കഴിഞ്ഞപ്പോൾ എന്നെ മേക്കപ്പ് ടെസ്റ്റായി. അവർ വിഗൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അത് വിഗൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലോലൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മുടെ ഇതില്ലേ ഒരു ഹിപ്പി മുടിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. വിഗ് സെറ്റായില്ല, അത് വിഗായിരുന്നു. ഇത് റിയൽ മുടി പോലെയായിരുന്നു. ശരിയായില്ല. അപ്പം
അപ്പോഴാണ് ലാലുവൊക്കെ ടെൻഷനായി. ഷൂട്ടുമായി പിന്നെ ഒന്നും മിണ്ടാനും പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും അപ്പം എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു, ഈ കഥാപാത്രത്തിനെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരുന്നു. കാരണം രാവിലെ പിന്നെ എന്ത് ഷൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ വിഗും ഇട്ട് പണിയാൻ നോക്കുന്നു. അപ്പം ഞാൻ റഷ്യക്ക് എടുത്തോണ്ട്, റഷ്യക്ക് എൻ്റെ ഒരു വിഗ് ഉണ്ട്, പട്ടൺ ഷായിക്കാൻ പട്ടൺ റഷ്യക്കാണ് എൻ്റെ. അപ്പം ഇവർ പറഞ്ഞു വെച്ചിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്തോണ്ട്. അവരുടെ കുഴപ്പം ഇതൊന്നുമല്ല, ഇത് ചെറിയ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഇതാണ്. പക്ഷെ ഞാനന്ന് കരുതൽ നടത്തിയതുകൊണ്ട് ഞാൻ അവസാനം ഇത് എടുത്തു കൊടുത്ത്, എന്നിട്ട് റഷ്യക്ക് അവരെ കൊണ്ട് സെറ്റപ്പ് ചെയ്തപ്പോൾ കറക്റ്റ് ആളായി. ഞാൻ നേരത്തെ വെച്ചതിനേക്കാൾ അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് മാറുമല്ലോ റിയൽ മേക്കമാൻ വരുമ്പോൾ. അപ്പോൾ കറക്റ്റ് മീശയൊക്കെ കറക്റ്റ് ചെയ്തു. മീശ ഒന്നും അങ്ങനെ വടിച്ച് കളയുന്നില്ല, കുറച്ച് അതിൻ്റെ രീതിക്കൊക്കെ ആക്കി കണ്ണൊക്കെ എഴുതി ചെന്ന് ഇപ്പോൾ ഇത് കൊള്ളാം എന്ന് പറഞ്ഞില്ല ആലു, ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടായ പരിപാടികളാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ മൂത്താള് പുള്ളിയാണ്. അതിപ്പോൾ എൻ്റെ ഏറ്റവും മലയാള സിനിമയിൽ എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എടുത്തു പറയേണ്ട ആൾ ലാൽ ജോസ് തന്നെയാണ്. ആരേക്കാൾ കൂടുതൽ വഴക്ക് പറയുന്ന സമയത്ത് വഴക്ക് പറയും, ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ ആരും അത് കോംപ്രമൈസ് ചെയ്യാൻ വരുമോ, അതിനിടയിൽ സംസാരിക്കാനേ വരാറില്ല വർഷത്തിനിടയിൽ. കാരണം വഴക്കിട്ടാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ലാലിൻ്റെ മടി കിടന്ന് ഉറങ്ങുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ലാലുവിനെ പരിചയപ്പെട്ട അന്ന് മുതൽ ലാലുവിനെ പുള്ളിയുടെ മോനായിട്ട് കണ്ടേക്കണം, മൂത്ത മോൻ എന്നുള്ള രീതിയിലാണ് കണ്ടേക്കണേ. അപ്പം അന്ന് മുതൽ ആ സ്ഥാനം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അത് എനിക്ക് ജയറാമേട്ടൻ തന്ന ഒരു ഗിഫ്റ്റാണ് ലാൽ ജോസ് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്ക് പുള്ളിയാണ് പരിചയപ്പെടുത്തി തന്നെ. അല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എപ്പിക് സിനിമകള് ദിലീപേട്ടന്റെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും. പിന്നെ ഞാൻ ലാലുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മീശുമാനോ ചാന്തുവട്ടോ പോലത്തെ ഒരു സിനിമ തന്നാൽ മതി. കാരണം അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത തരത്തിലുള്ളതൊന്നും നമ്മൾ പിടിക്കണ്ട. നമ്മൾ വലിയൊരു ജനത്തിന് അത്രയും എക്സ്പെക്ടേഷനിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമ അതിപ്പോൾ താമസിക്കേണ്ട തന്നെ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ലാലുവിന്റെ ഒരു സിനിമ ഞാൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. വീണ്ടും ആ പഴയ അത്രയും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു എത്രയോ 4-5 വർഷം ഒരുമിച്ച് ഒരേ റൂമിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഞാനും ലാലും അക്കുവും. അതുപോലെ തന്നെ അക്കുവിനോടുള്ള ഇതുണ്ട്. കാരണം വെച്ചാൽ അക്കുവാണ് എനിക്ക് ആദ്യം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു തന്നത്. ഏത് കഥ വരുമ്പോഴും പാവൻ്റെ അടുത്താണ് ആദ്യം ഓടി ഒന്ന് പറയാൻ എന്നുള്ളതുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഇതാവും. ഞാൻ 2 സിനിമയല്ലേ അക്കുവിനോട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഡയറക്ടറും കൂടിയാണ്. മഴത്തുള്ളിക്കിലുക്കും വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. അല്ല ഇത്രയും പറയുമ്പോൾ ദിലീപേട്ടൻ പുട്ടും വെജ് കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് മറ്റേ കഴിക്കാത്ത വ്യാഴാഴ്ച ആയതുകൊണ്ടാണ്. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് വാരി വലിച്ച്. പുള്ളി കഴിക്കുന്നുണ്ട്. ദിലീപേട്ടൻ ഇപ്പം ലാൽ ജോസ് സാറിന്റെ കാര്യം പറഞ്ഞു. അത്രയും മെമ്മറീസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലയാള സിനിമയുടെ ഒരു ഗ്രോത്തിന്റെ ഒപ്പം സഞ്ചരിച്ച ഒരാൾ കൂടിയാണ് ദിലീപേട്ടൻ. ഇത്രയും വർഷം നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ശേഖരത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞങ്ങളുടെ പ്രേക്ഷകർ സെലക്ട് ചെയ്ത് ദിലീപേട്ടനെ കാണിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ദിലീപേട്ട അത് കാണുമ്പോൾ വരുന്ന ഒരു മെമ്മറി അത് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യം അവർ തന്ന ഫോട്ടോ ഈ ഫോട്ടോയാണ് ദിലീപേട്ട. ഇത് ഞാനും ഇന്നസെന്റ് ഏട്ടനും അമ്പിളിച്ചേട്ടനെ കാണാൻ പോയതാണ്. അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിലാണ് സാറിന്റെ വീട്ടില്. അന്ന് ഞങ്ങള് 2 പേരോട് ഞങ്ങൾ 3 പേരോട് അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന തമാശകൾ ഉണ്ടായിരുന്നു. ഈ തമാശകൾ ഞങ്ങൾ 2 പേരോട് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ അപ്പം നമുക്ക് അമ്പിളിച്ചേട്ടൻ എല്ലാം അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും മാത്രം അറിയാവുന്ന തമാശ തുടങ്ങിയപ്പോൾ തന്നെ ചിരി തുടങ്ങി ഞങ്ങൾ. കാരണം അന്ന് സെറ്റിൽ ഞങ്ങൾ ചിരിക്കും. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ചിരിച്ച് കഴിഞ്ഞാൽ ചവിട്ടൊക്കെ ചെയ്യും നിരത്തൊക്കെ ഇട്ട്. ചിരിയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതമ്മ പിടിച്ച് ഇതാവും. അമ്പിളിച്ചേട്ടൻ ശരിക്കും റിയൽ ലൈഫിൽ സിനിമയുടെ അത്രയും തമാശ ചിലപ്പോൾ പറയും. പക്ഷെ പറയുന്ന തമാശ ഉണ്ടല്ലോ അമ്മാതിരിയായിരിക്കും. ബിന്നസിനുണ്ട് ഞാനും ഇതാക്കി. എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഞാൻ പോരാൻ നേരത്ത് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അമ്പിളിച്ചേട്ടൻ നമ്മൾ താമസിക്കാണ്ട് സിനിമ ചെയ്യട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു.
ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തിങ്ങനെ പോരും. എനിക്ക് അതാ പെട്ടെന്ന് ഫോട്ടോ ഞാൻ ശരിയാണ്, അമ്പിളിച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ തന്നെയുള്ള ഫോട്ടോയാണ്. ഇനി രണ്ടാമത്തെ ഫോട്ടോ കാണിക്കണം എന്ന് പറഞ്ഞത് ഈ ഫോട്ടോയാണ് ദിലീപേട്ടാ. പഞ്ചാബി ഹൗസിലെ പഞ്ചാബി ഹൗസിലെ ഹനീഫിക്കയായിട്ട് മറ്റേ സോണിയ എന്നൊക്കെ പറയുന്ന സീനില്ലേ, ഒന്നോട്ടെ അപ്പൊ വന്നോട്ടെ അരെ സോണിയ. അതാണ് ആ സീനിലാണത്. ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഹനീഫിക്ക നിങ്ങൾ രണ്ടുപേരും ആക്കിയിട്ട് ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി കേട്ടോ അവ കരം ചുട്ട് പോണത് ഇതൊക്കെ തിരിക്കും. നമ്മൾ ഇപ്പുറത്തേക്ക് തിരിയുമ്പോ ചിരിച്ചിട്ട് പോവുക. അല്ല, ഹനീഫിക്കയുടെ കാര്യം പറയുമ്പോൾ പറയണ ഹനീഫിക്കയുടെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇൻഡാക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പേര് ദിലീപേട്ടൻ്റെ ആയിരിക്കും. കാര്യം ഹനീഫിക്കയുടെ ഒരു ആബ്സെൻസിൽ ഏറ്റവും കൂടുതൽ ഇത് ദിലീപേട്ട ഒരിക്കലും അങ്ങനെ പുറത്ത് പറയുകയൊന്നുമില്ല. പക്ഷെ ആ ഫാമിലി വന്ന് ഹനീഫിക്കയുടെ വൈഫ് നമ്മുടെ ഏറ്റവും വലിയ ബ്രദറിന്റെ ഫാമിലിയാണത്. ഹനീഫ്ക നമ്മുടെ കുടുംബത്തിലെ ആളാണ്. അതുകൊണ്ട് അതൊന്നും നമ്മളെന്തിനാ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പോലെ ഉള്ളതാണ്. ഹനീഫ്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഹനീഫ്ഖനെ ആദ്യം കാണുന്നത് എനിക്ക് തോന്നുന്നു ഇടിയും മിന്നൽ എന്ന് പറഞ്ഞ സിനിമയാണോ അതോ ഏതോ ഒരു സിനിമ, ജോഷ് സാറിൻ്റെ സിനിമയാണ്. ആലുവയിലാണ് ഷൂട്ടിംഗ് നടക്കണേ, പുഴയുടെ തീരത്തൊരു സ്ഥലത്ത്. അങ്ങനെ ഞാൻ ഹനീഫ്ഖനെ ആദ്യം കാണണം. പിന്നെ അത് ഞാൻ സിനിമയിലൊക്കെ ഒന്ന് മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം ഞാൻ മിമിക്രി കഴിഞ്ഞ് വരുന്ന സമയത്ത് റോട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക. കലാഭവൻ്റെ അവിടെ നിന്ന് പോകുന്ന ലിസി ഹോസ്പിറ്റലിന് അങ്ങോട്ട് പോകുന്ന ഒരു ഇട റോഡുണ്ട്, അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്ന റെയിൽ ക്രോസ് ഒക്കെയാണ്. അപ്പം ഞാൻ നടന്നു പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഹനീഫ്ക്കാണ് രാത്രി നിൽക്കുന്നത്. അപ്പം ഹനീഫ്ക്കല്ലേ ആ അങ്ങനെ. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കിട്ടിയേക്കല്ലേ, ഞാൻ വാതോരാതെ സംസാരം, പുള്ളി അതിനൊക്കെ സഹകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പിന്നെ സംസാരം എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇന്നാണ് മറ്റാന്ന് കുറച്ചും പറഞ്ഞു. അപ്പോൾ ഇന്നസെൻ്റ് എണ്ണ അനുകരിക്കുന്ന കാര്യമൊക്കെ പറയാം, ഇതൊക്കെ പറഞ്ഞു. ഏറ്റവും ഞാൻ എനിക്കെന്താ രാത്രി ഇവിടെ ഇങ്ങനെ നടക്കണേ എന്ന് വെച്ചു. ഇല്ല, എൻ്റെ ഫാദർ മരിച്ച ദിവസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഫാദറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു പുള്ളി. ഞാൻ അങ്ങോട്ട് ഭയങ്കര, കാരണം ഇത്രയും വിഷമത്തിൽ നടക്കുന്ന ആള് എനിക്ക് വേണ്ടി ഇത്രയും സമയം നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തു. ശരിക്കും ലൈഫിൽ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഉള്ള രണ്ട് പേരാണ് ഹനീഫിക്കയും ലോഹി സാറും. നമ്മുടെ ലൈഫിൽ അവരത്രയും ഇതായിരുന്നു. ഒരു ബലം എന്തുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞ് അവരതിൻ്റെ സൊല്യൂഷൻ കാണുകയും അവരത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അറിയില്ല, നമ്മൾ ലൈഫ് ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ലോഹി സാറിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത ഫോട്ടോയും ഇതാണ് ദിലീപേട്ടാ. ജോക്കർ നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് ബഹദൂർക്കയുടെ കൂടെ അഭിനയിക്കാനും. ഇത് ജോക്കർ എന്ന സിനിമയിൽ മാള അരവിന്ദ ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്, ലോഹി സാറുണ്ട്. ഭയങ്കര ഒരു എപ്പിക് ഫോട്ടോയാണ്. എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ സമയത്ത് എടുത്തേന്ന് തോന്നുന്നു അല്ലേ? ഷൂട്ടിന്റെ സമയത്ത് വേഷത്തിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിങ്ങില് സർക്കസുകാരും ഒക്കെ ആയിട്ടുള്ളതാണ്. ഇതാണ് ഏറ്റവും ആൾക്കാർ സെലക്ട് ചെയ്ത് തന്ന ഫോട്ടോസ് ആണ്. പാട്ടുകളൊക്കെ എന്ത് ഭംഗി നിന്നെ കാണാനൊക്കെ എഴുതിയ ലോഹി സാറാ. ലോഹി സാറില് അങ്ങനെ ഒരു അല്ലേ, എന്തൊരു എഴുത്തുകാരനല്ലേ. മിസ് ചെയ്യുന്നു ശരിക്കും മലയാളത്തിന് തന്നെ. അയ്യോ, ഇത് എന്താണ് ഇത് എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. മീശ മാധവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫോട്ടോ സെഷന്റെ സമയത്ത് വീഡിയോ വലിപ്പിക്കണാണോ? ബീഡി പോലെ എന്തോ വലിപ്പിക്കുന്നതാണ്. പക്ഷെ ഞങ്ങളിത് സിനിമയിലില്ല. പക്ഷെ രണ്ടുപേരും മേക്കപ്പ് ചിലപ്പോ ഫോട്ടോ എടുത്ത അതിനുവേണ്ടി ആരെങ്കിലും ധരിക്കും ഇയാൾ ബീഡി വലിക്കുന്ന ആളാണല്ലോ മീശ മാധവൻ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഇതിനു വേണ്ടി എടുത്തതാവാം. ഇതൊരു ലൊക്കേഷൻ സ്റ്റില്ലാണ്. ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഓൾവേസ് എന്റെയൊക്കെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു. പത്രങ്ങൾ തന്നിട്ടുള്ള കഥാകൃത്താണ് ബെന്നി പി നായരമ്പല. ഒരു നമുക്ക് കുറച്ച് സഹോദരന്മാരുണ്ട് സിനിമയിൽ, അതിൽ ഒരു എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ്. ഇത് ദിലീപേട്ടന്റെ ഏത് സിനിമയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
കളരിയിലാണ് നിൽക്കുന്നത് ദിലീപേട്ടൻ. രസികനാണോ? ഇത് രസികനാണത്. രസികനാണല്ലേ? എനിക്കൊന്ന് തോന്നിയായിരുന്ന രസികനാണത്. ഞാൻ ആദ്യം വിചാരിച്ചു ആലഞ്ചേരി തമ്പ്രാക്കളാണ്. അതല്ല, അത് വണ്ണ. അതില് ദിലീപേട്ടൻ ഇത്ര വണ്ണമില്ല, ഭയങ്കര സ്ലിം. കുറെ മുടിയൊക്കെയാണ്. ഇത് രസികനാണ്. രസികനാണ്. ഇതായിരുന്നു പിക്ചർ. ദിസ് വാസ് എ പിക്ചർ ഫുൾ കളറി, ഭയങ്കര മാസ്. ഇത് നമുക്കറിയാം എക്കാലത്തും മലയാളീനെ ചിരിപ്പിച്ച ഒരു സീനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സുധീഷ്. ഇത് ഏതായിരുന്നു? മറ്റേ സദാ ഹുസൈനും ബുഷും. അല്ലല്ല, ഞാൻ ഇതെടുത്ത് എന്താ വെച്ചാൽ ഞാൻ കഴിക്കണോ തലവഴി ഒഴിക്കണോ? അല്ല, അതായിരുന്നു. ഇത് ഒസാമ ബിൻ ലാദൻ. ഒസാമ ബിൻ ലാദൻ മാറിപ്പോയി. ഇതെനിക്ക് തോന്നുന്നു ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന്? ഒസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേഷം കെട്ടിയതാണ് കേട്ടോ. അതിനോട് സാമ്യപ്പെടുത്തിയിട്ട് അതെന്ന് പറഞ്ഞിട്ട് ബാളാക്കണ്ടേ? അയ്യോ ഇല്ലട്ടാ, ഇത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ദിലീപേട്ടന്? ദിലീപേട്ടന്റെ ആ രൂപം വെച്ചിട്ടാണ് ദിലീപേട്ടൻ പടം മനസ്സിലാക്കുന്നത്. ഇത് ഷൂട്ടിംഗ് സമയത്തുള്ളതല്ലോ. ഇത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആണ് കേട്ടോ. ഏതാ എനിക്ക് ഇതല്ലാതെ ഇരിക്കുമ്പോ എടുത്ത പല ഫോട്ടോസാണ്. ഇത് പ്രേക്ഷകരെ സെലക്ട് ചെയ്ത് തന്നെയാണ്. ഇത് എന്താണ്? എനിക്കോട് രണ്ടുപേരും എന്തോ പിക്ചർ നോക്കുമായിരുന്നു. പിന്നെ ദിലീപേണ്ട ഒത്തിരി ഫോട്ടോ അങ്ങനെ ഷൂട്ടിങ്ങില് കാവ്യ കണ്ണട വെച്ചിട്ടുള്ള ആണ്. ചേച്ചി എന്തോ വേഷത്തിൽ നിൽക്കുകയാണ്. വിദ്യാബാലനാണ്. ചക്രം എന്ന സിനിമ നമ്മള് പൃഥ്വിരാജ് ജാസ്മിനിൽ കണ്ടു. പക്ഷേ നമ്മളത് പൂർത്തിയായില്ലല്ലോ ആ സിനിമ. ആ സിനിമ അവസാനം ഡ്രോപ്പ് ചെയ്തു. വിദ്യാബാലനും ലാൽ സാറും ആയിരുന്നു. വിദ്യാബാലൻ ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന ചിത്രമായിരുന്നു അത്. പിന്നെ വേറെ സിനിമ വന്നിട്ടുണ്ടായിരുന്നു മുകേഷിന്റെ കൂടെ. അത് കഴിഞ്ഞിട്ടല്ലേ ഏട്ടാ? ഒറ്റ പടം കൂടിയുണ്ട്. ഈ സിനിമ ഈ പടം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, ആരോ കാണിച്ചു. ഈ പടം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയ റയർ പിക്ചറാണ്. ഈ പടത്തില് ദിലീപേട്ടൻ, മമ്മൂക്ക, ലാൽ സാറ്, അതെ, ഇത്രയും പേരുണ്ട്. ഞാൻ കണ്ടപ്പോ ഇത് ഏതാണെന്ന് ഒരു പിടി കിട്ടണില്ല. ഇപ്പൊ ഇത്രയും നമ്മൾ പറയുന്നു ഫലൂഡ എത്തിക്കഴിഞ്ഞു. തങ്കമണിയില് ഇനി ഒരുപാട് പേര് തങ്കമണി 7-ാം തീയതി റിലീസ് ആവുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാനും ഒക്കെ ദിലീപേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ ഭയങ്കര വെയിറ്റിംഗിലാണ്. ദിലീപേട്ടന്റെ ഇതുവരെയുള്ള ഒരു അപ്പിയറൻസിൽ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വേറൊരു ലുക്കിലേക്ക്. അതിൽ രണ്ട് കാലഘട്ടമാണ്. 86-ലുള്ള ഒരു കാലഘട്ടവും അതിന് ശേഷമുള്ള കുറച്ച് കഴിയുമ്പോൾ ഒരു കാലഘട്ടമാണ് ആണ് രണ്ട് അപ്പിയറൻസ് വന്നിരിക്കുന്നത്. സംവിധായകൻ എല്ലാവരെ കൊണ്ടും എല്ലാ ആർട്ടിസ്റ്റുകളെ കൊണ്ടും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എന്താ പെർഫോം ചെയ്യുന്നതെന്നോ നിങ്ങൾ കണ്ട് പറയാന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. ആ കഥാപാത്രം നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് നല്ല ഫുഡ് കിട്ടി എന്നൊക്കെ പറയണ പോലത്തെ ആണ്. നിറവ് നമ്മൾ പറയും നിറഞ്ഞു എന്ന്. ഈ ഫലൂഡയുടെ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു ഫുൾ മീല് ദിലീപേട്ട ഇത് ചെയ്യാണ്. ഈ മധുരം വീട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആരാ ദിലീപേട്ട? മീനാക്ഷിയാണോ, മഹാലക്ഷ്മിയാണോ, ചേച്ചിയാണോ, കാവ്യ ചേച്ചിയാണോ, ദിലീപേട്ടനാണോ? നിങ്ങൾ 4 പേരിൽ ആരാ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കാം? കാവ്യ ചേച്ചിയാ അല്ലേ? ചേച്ചിക്ക് എന്താ ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനത്തെ മധുരമാണോ? ലഡു, ജിലേബി അങ്ങനത്തെ? മധുരം എന്ത് കണ്ടാലും ആണല്ലേ? അതിനാണ്. ഇവിടെ ചേച്ചി ഫുഡ് ആസ്വദിക്ക് കഴിക്കുന്ന ഒരാളാണെന്നും കൂടി തോന്നുന്നു. ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളല്ല, പക്ഷെ ഇഷ്ടമുള്ള ആളാണ്. ദിലീപേട്ടൻ എന്താ എരിവ് അങ്ങനത്തെ ഉള്ളയാണോ? പുളി, എരിവ് അങ്ങനെയൊന്നുമില്ല. മീനാക്ഷിയുടെ ചോയ്സോ? ഞങ്ങളൊക്കെ എന്തും കഴിക്കുന്ന ആൾക്കാരാണ്, ഏത് ടൈപ്പും എന്തെന്ന് പറയുന്നതാണ്. മീനാക്ഷിക്കും അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല. ഒരു ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ പറയില്ലേ ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അത് ശരിയാണ് കേട്ടോ. നമ്മൾ പല ഇവന്റ്സിനും ദിലീപേട്ടൻ വന്ന് ഇങ്ങനെ കണ്ടന്റ് എന്താന്ന് കൃത്യമായിട്ട് നോക്കി നിൽക്കും. ദിലീപേട്ട സൈഡിലാണ് നിൽക്കുന്നത്, നമുക്കറിയാം ദിലീപേട്ട അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് എപ്പോഴും വളരെ അഡാപ്റ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ദിലീപേട്ടന്. പിന്നെ എല്ലാവരോടും ദിലീപേട്ടൻ ഒരേപോലെ സംസാരിക്കുന്നത്, നോ മാറ്റർ ലൈക്ക് ഹൗ ബിഗ് ഓർ സ്മോൾ, അങ്ങനെ ഒരു സംഭവമില്ല. ദിലീപേട്ടൻ ആരും വന്നാലും വളരെ കൃത്യമായിട്ട് എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുക.
അപ്പം ആ ഒരു സമചിത്തതയോടെ പെരുമാറുന്ന ജോലിയിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ മനുഷ്യന്മാരല്ലേ. ആണ്. അല്ല, ഇത് പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്രാമഫോണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ സലീമേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ആ ഒരു പാട്ട് കാണത്തേ ഇല്ലെന്ന് ഗ്രാമഫോണില്. എന്തേ ഇന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന മുരളി ചേട്ടനും എല്ലാരും. അപ്പോൾ കാരണം അതിൽ കാണാൻ പറഞ്ഞ ദിലീപേട്ടൻ പറഞ്ഞ പോലെ മേജർ ആൾക്കാർ എല്ലാവരും ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാൻ മാറ്റിക്കളയുന്നു പറഞ്ഞു. ദിലീപേട്ടൻ അങ്ങനത്തെ ഈ അത് കാണാതിരിക്കുകയാണോ? ദിലീപേട്ടൻ ആ ഒരു മോഡ് എന്തായിരിക്കും സെലക്ട് ചെയ്യുക? കാണണ്ട, ഇനി നമ്മളത് ഓർമ്മയിലേക്ക്. പിന്നെ അവര് നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന കലാകാരന്മാർ ആരും മരിക്കുന്നില്ല. നമ്മൾ കലാകാരന്മാർക്ക് ഇപ്പൊ പിന്നെ ഒരുവിധം ആരും മരിക്കുന്നില്ല. കാരണം ഡിജിറ്റൽ വിപ്ലവം വന്നപ്പോൾ എല്ലാവരും നടന്മാരും നടികളുമായി കഴിഞ്ഞു. ആർക്കും എങ്ങനെ വേണേലും പെർഫോം ചെയ്യാം. ആ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവിടെ കിടക്കും. പണ്ട് നമ്മളിത് സിനിമയിൽ മാത്രമായിരുന്നു. സിനിമാ നടന്മാർക്കും നടിമാർക്കുള്ള ഒരു അങ്ങനെ കെട്ടിയിരിക്കുന്ന ഭാഗ്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ജനകീയമായി, മീഡിയ ജനകീയമായപ്പോൾ ആരും മരിക്കുന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇയാൾ ഇപ്പൊ എവിടെയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ മൊത്തം പോകുന്നത്. ആ കുടുംബക്കാർക്ക് മാത്രമാണ് അയാൾ വിട്ടുപോയി. നമ്മളെ സംബന്ധിച്ച് എവിടെയൊക്കെയോ ഉണ്ട്, എപ്പോഴെങ്കിലും അല്ലെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അയാളെ കാണണമെങ്കിൽ വെറുതെ നോക്കി അയാളുടെ പേരടിച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും അയാളുടെ കാണാം. ഏതൊരാളുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു ഫ്രണ്ട് നമ്മളെ വിട്ടുപോയാൽ പോലും അയാൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള റീൽസോ അതും ഇതും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവരൊന്നും മരിക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അല്ലേ വീണ്ടും നമ്മൾ അവരുടെ ഓർമ്മകളിലേക്ക് പോവാണ്. എന്നാലും ഒരാളുടെ ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് ദിലീപേട്ടനെ പേഴ്സണലി ഇമ്പാക്ട് ചെയ്തത് ആരുടെ ഒരു ലോസ് ആയിരിക്കും? ദിലീപേട്ടൻ ഇപ്പൊ ലോഹി സാറും ഹനീഫിക്കയുടെ കാര്യം പറഞ്ഞു, അതല്ലാതെ ചോദ്യമില്ല, വലിയ ലോസാണ്, ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് കുറേ പേരുണ്ട് അതിൽ. ഇന്നസെൻ്റ് ആയിട്ടൊക്കെ ലോസ് ഭീകരം തന്നെ. എന്നും ഒരു ഒന്നരാടമെങ്കിലും മാക്സിമം പോയാലൊരു ഒന്നരാടം ഒരു ദിവസം എന്ന് പറയുന്ന പോലത്തെ ബന്ധമുള്ള ആൾക്കാരായിരുന്നു. അതൊക്കെ വലിയ ലോസ് തന്നെ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോട്ടാ, നമുക്കിവിടെ കൊച്ചിയിൽ ഇവിടെ ബെയ്റ്റ് ഹോംസ് 4 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ബെയ്റ്റ് ഹോംസ് 4 എന്നാണ് അവരുടെ പേര്. അവർ 50%, അതായത് ഇപ്പൊ ഏതൊരാളുടെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത് ദിലീപേട്ട. അപ്പൊ അവർക്ക് മുഴുവൻ കാശ് വേണ്ട, കയ്യിലൊരു 50% കാശ് ഉണ്ടെങ്കിൽ അവർ വീട് പണിത് കൊടുക്കും. അതാണ് അവരുടെ കൺസെപ്റ്റ്. ബാക്കി ഈ പറഞ്ഞ തവണ വ്യവസ്ഥകളായിട്ട് അടച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അടയ്ക്കണം 50 തവണത്തെ ഇതായിട്ട്. പിന്നെ പലിശ 10,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നുണ്ട്, അപ്പൊ അവർ ഇട്ടോളൂ പകുതി കാശ് ഏട്ടാ. പിന്നെ അടയ്ക്കേണ്ടി വരും, സബ്സിഡി വരും. പക്ഷെ അവര് 20% പലിശയിൽ സബ്സിഡിയും തരും. പിന്നെ ഇപ്പൊ ദിലീപേട്ടൻ ദൂരത്താണ്, നമ്മളെല്ലാവരും തിരക്കിലാണെങ്കിൽ സൈറ്റിൽ ഇവർ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വഴി നോക്കിയാൽ മതി. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഷോയുടെ മേജർ ക്ലയന്റ് കൂടിയാണ് കേട്ടോ അവര്, ബെയ്റ്റ് ഹോംസ്. പക്ഷെ അവർ ഈ പറഞ്ഞാല് വീട്ടിന്റെ നിങ്ങൾക്ക് പ്ലാൻ വേണമെങ്കിൽ അവരുടെ ആപ്പിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാൻസും കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഏട്ടന് ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, നിരന്തരമായി മെസ്സേജ് ചെയ്ത് തൊല്ല ചെയ്യുന്ന വല്ലവരൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, ഈ സ്നേഹപ്രകടനം ഇല്ലേ, ഭയങ്കരമായിട്ട് മെസ്സേജ് ചെയ്യുക സ്ഥിരമായിട്ട്. കാരണം അത്ര സ്നേഹം വരുമ്പോ നമ്മള് അങ്ങനെ പ്രശ്നമില്ല. ദിലീപേട്ടന് പേടിയുണ്ടോ എന്തായാലും? ഞാൻ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിലർക്ക് ഈ പഴുതാര, പാറ്റ, ചെലന്തി, പാമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഫോബിയ ഉണ്ടോ ദിലീപേട്ടന്? ഞാൻ പറയില്ല. ഞാൻ എന്തിനെ പേടിക്കുന്നു, ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലിട്ട് പേടിപ്പിക്കാനല്ലേ? ഞാൻ പറയില്ല. ദിലീപേട്ടൻ പേടിക്കാതെ ഒരു കാര്യം വാങ്ങിക്കുമെങ്കിൽ ഞാൻ തന്നോട്ടെ. പേടിക്കരുത്, ഒന്നുകൊണ്ടും പേടിക്കരുത്. ചെറിയൊരു ചെടിയാണ് കേട്ടാ ചേട്ടാ. ഇത് അഡീനിയം പ്ലാന്റ്സ് ആണ്. ഫുൾ വീടുകളിൽ വെച്ച് പോസിറ്റിവിറ്റി നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ കേരളത്തിൽ ഇത് ഒരുപാട് നടായിരുന്നില്ലേ? വീട്ടിൽ വെച്ച പോസിറ്റിവിറ്റി നിറയും. വീട്ടിലല്ല, ആദ്യം നമുക്ക് നന്നാക്കേണ്ടത് എന്താ? ആദ്യം വീട്ടിൽ വെച്ചോ, ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ മൊത്തം വെക്കോ? വെക്കാൻ അവർ റെഡിയാണെന്ന് കേട്ടാ അഡീനിയം പ്ലാന്റ്സ്. എന്നാ പിന്നെ നല്ല കാര്യം. ഇതിങ്ങനെ നെഗറ്റിവിറ്റി മുഴുവൻ മാറ്റി എല്ലായിടത്തും പോസിറ്റീവ് എനർജി കൊടുത്താൽ വലിയ നല്ല കാര്യം. അതാണ് കുറച്ചുകൂടെ എല്ലാവരും പോസിറ്റീവ് ആയിട്ട്. ഇത് കൊണ്ട് നടേണ്ടത് സോഷ്യൽ മീഡിയയിലാ. ഞാൻ തെറി പറഞ്ഞല്ല കേട്ടോ. ഞാൻ ഈ പോസിറ്റീവ് കൂടുതലുള്ളത് കൊണ്ട്
കൊണ്ടുപോയി വെക്കാൻ പറ്റിയ സ്ഥലമാണ്. അല്ലാണ്ട് നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. എന്നെയൊക്കെ എയറിലാണ് ഞാനൊക്കെ, കാരണം ഇവരെവിടെ കട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൽ നമ്മളൊക്കെ ഭാഗം തന്നെയല്ലേ? ആണ് ആണ്. എന്താ കുഴപ്പം? എന്നെ കാണുമ്പോൾ നമ്മളൊക്കെ ഇതിന്റെ ആൾക്കാരല്ലേ, ഇപ്പൊ ഇതിന്റെ അകത്തല്ലേ. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുന്ന പോലെ തന്നെ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ആ, അതുകൊണ്ട് ഏട്ടനെ ഞാൻ മനസ്സ് നിറഞ്ഞ് തങ്കമണിക്ക് വേണ്ടിയിട്ട്, തങ്കമണി സിനിമയ്ക്ക് വേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ ഇത് മണി, തങ്കമണി, ഞാൻ ഡുണ്ടുമണി, ഈ ഒന്നും പറയാനില്ലെന്ന് ഏട്ടന് ഞങ്ങളിത് ഇത് കൊടുക്കുകയാണ്. സോ തങ്കമണി മൂവിക്ക് ഒരു കൈയടിച്ച് എല്ലാവരും കൂടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്. ചെടിയൊക്കെ ഉള്ളു അല്ലേ, മറ്റേ മീശ മാധവല്ലേ സലീം പറഞ്ഞ മാതിരി. ഇതാണ്. സോ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡേ പുട്ടിലെത്തി ഞങ്ങൾ ഫലൂഡ കഴിച്ചാണ്. ഫലൂഡ വരെ 5 ഒരു വലിയ മെയിൻ കോഴ്സ് ഞങ്ങൾ അറിയാതെ കഴിച്ചു തീർത്തു അല്ലേ. അയ്യോ സീരിയസ്ലി കേട്ടോ. പിന്നെ ദിലീപേട്ടനായിട്ടിരുന്ന് ഇങ്ങനെ നമ്മൾ എന്തൊരു കോഫി ഷോപ്പിലൊക്കെ ഇരുന്ന് ഞാൻ എൻ്റെ പഴയ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു ഇരുന്നില്ല. അങ്ങനെയല്ല ഞാൻ അങ്ങനെ അറിഞ്ഞില്ല. എന്നാ പിന്നെ ഞാനത് ശരിക്കും അത് സംസാരിച്ചല്ലോ. അല്ല, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടിരുന്ന് അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ഈ പറഞ്ഞാൽ കുറേ വിശേഷങ്ങൾ കേട്ടു. പിന്നെ എല്ലാവരും ഈ പറഞ്ഞാൽ ആഗ്രഹിക്കാൻ ദിലീപേട്ടൻ്റെ ഒരു പടം കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങനെ തിയേറ്റേഴ്സിൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ തങ്കമണി മാർച്ച് 7 മാത്രം പോരാ, വരണം, വന്നിരിക്കും കേട്ടോ. അയ്യോ ഞാന് ബാന്ദ്ര ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആളാണ് ഞാനെല്ലാം. വോയിസ് ഓഫ് സത്യ, ബാന്ദ്ര, എല്ലാം എവറിത്തിങ്. തങ്കമണി മാർച്ച് 7 വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും മൈൽ സ്റ്റോണിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. തങ്കമണിക്ക് എല്ലാ വിശ്വാസം അറിയിക്കുന്നു. തങ്കമണി ഒരിക്കൽ കൂടി പറയുന്നു, മാർച്ച് 7 1986 നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും വെഴ്സറ്റൈൽ ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ തങ്കമണിക്ക് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്. അപ്പൊ എന്താണേലും നമ്മുടെ ജനപ്രിയ നായകന് ദിലീപേട്ടന് വലിയ നന്ദി അറിയിക്കുന്നു. അപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാ, എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ബെയ്റ്റ് ഹോംസ് ഫോർ ദിലീപേട്ടൻ, പവർഡ് ബൈ ഹാർവിയോര.